എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഇന്നിന്റെ മത്സരാർത്ഥിയായി വരുന്നത് കൊട്ടാരക്കര കോട്ടാത്തലയിൽ നിന്ന് അഖിൽ മാരാറാണ്. നിങ്ങൾ കാണുന്ന ഓർമ്മയുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമാണ്. അതിനുപരി ബിഗ് ബോസ് സീസൺ 5 വിജയിയായിരുന്നു അഖിൽ മാരാർ. കുട്ടിക്കാലത്തെ യാതനകൾ മുഴുവനും പുതിയ കാലത്തിന്റെ വിശേഷങ്ങളുമായി കടന്നുചാടിയ ഒരു വില്ലാളി വീരൻ അഖിൽ മാരാർ വരികയാണ്. തീവ്രമായി ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളൊന്നുമില്ലെന്ന് നമുക്ക് മുന്നിൽ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര കോട്ടാത്തല സ്വദേശി അഖിൽ മാരാർ. പൊടിപറത്തി കുതിച്ചെത്തുന്ന ഈ കാറിൽ നിന്നും പ്രണയിച്ച് സ്വന്തമാക്കിയ ഭാര്യയോടൊപ്പം ഒരു ചെറുപുഞ്ചിരിയുമായി അഖിൽ മാരാർ ഇറങ്ങി വരുമ്പോൾ അത് ചിലപ്പോൾ സിനിമാ ദൃശ്യങ്ങളിൽ മാത്രം നമ്മൾ കണ്ടുപരിചയിച്ച അസൽ ഹീറോയിസം തന്നെയാണ്. കുട്ടിക്കാലം ഒരിക്കലും നിറപ്പകെട്ടുള്ളതായിരുന്നില്ല ഈ കൊട്ടാരക്കരക്കാരന്. കഷ്ടപ്പാടുകളുടെ ആ കടമ്പകൾ കടന്നാണ് മലയാളി യൗവനം സ്വപ്നം കാണുന്ന ബിഗ് ബോസിലെ വിജയ കിരീടം അഖിൽ മാരാർ സ്വന്തമാക്കിയത്. സിനിമ ഒരു സ്വപ്നം മാത്രമായിരുന്ന നാളുകളിൽ നിന്നും ഒരു സംവിധായകനായി മലയാള ചലച്ചിത്ര വീഥിയിൽ സ്വന്തം പേരെഴുതി ചേർത്തു ഈ സിനിമാ പ്രേമി. വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് അധികമാരും അറിയാത്ത സ്വന്തം ജീവിതയാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അഖിൽ മാരാർ. ഹലോ മടിയർ കുട്ടേട്ടാ. നമസ്കാരം അഖിൽ മാരാർ. ബിഗ് ബോസ് സ്വാഗതം. ഇപ്പൊ ബിഗ് ബോസിന്റെ ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞോ? കാര്യം കുറച്ചു കാലം ആയാലും അത് അവസാനിച്ചിട്ട്. അല്ല, ഹാങ് ഓവർ കഴിഞ്ഞില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ പലവിധ ഇതായിട്ടൊക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിവാദം ഞാൻ ഉണ്ടാക്കും. അഖിൽ എനിക്കൊന്ന് ഈ വിവാദം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു. അല്ലല്ല, നമ്മൾ പ്രതികരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ ബോധമുള്ള ഓരോ ആൾക്കാരും വ്യത്യസ്ത തലത്തിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടുണ്ടാവുന്ന വിവാദം ഓരോ തലത്തിൽ ഉൾക്കൊണ്ടാൽ ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. ഈ അഖിൽ മാരാർ എന്നായിരുന്നു ഒറിജിനൽ പേര്? അല്ല, അത് ആക്ച്വലി അഖിൽ രാജ് എന്നായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ. അതാണ് ഒഫീഷ്യൽ നെയിം. പിന്നീട് ഞാൻ കുറച്ചു കാലം രാഷ്ട്രീയം പരിപാടി അഖിൽ കോട്ടാത്തലയായി. കുറെ പാർട്ടിയിൽ പോയോ? രണ്ട് പാർട്ടി എല്ലായിടത്തും. പാർട്ടിയിൽ നിന്ന് വിശ്രമമാണോ അതോ ഇപ്പോഴും സജീവമായിട്ട്? അല്ലല്ല, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോൾ തോന്നി നമ്മളെപ്പോലെ ഒരാളെ പാർട്ടിക്ക് പറ്റത്തില്ല. പാർട്ടികളുടെ ശരിയാണല്ലോ അവരുടെ ശരി, അല്ലാതെ ജനത്തിന്റെ ശരിയല്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിന്റെ ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയം വന്നാൽ നമുക്ക് ആ ശരിക്കൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ ശരി പറയുമ്പോൾ പാർട്ടി വിരുദ്ധനാവുക അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കുലംകുത്തിയാവേണ്ടി വരും. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടെ ശരിയുടെ ഒരു പക്ഷമാണ്. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ കാഴ്ചപ്പാടുകളാണ് ശരി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 2018 തുടക്കത്തില്ല 2017 അവസാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി ഉപേക്ഷിച്ചു. അതുവരെ വളരെ സജീവമായിരുന്നു. പിന്നീട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി, സിനിമ എടുത്തു. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് ഏകദേശം, പക്ഷെ ഇന്നും പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നു. പലരും ഒരു നല്ല പേര് ഇട്ടായിരുന്നു, അഖിൽ കോട്ടാത്തല. പക്ഷെ അത് ഈ സിനിമ എടുക്കുന്ന സമയമായപ്പോ യോനാൻ നമ്മളെ പ്രൊഡ്യൂസർ സാറിന്റെ സുഹൃത്താണ്, നമ്മുടെ ഫ്ലവേഴ്സിന്റെ പ്രൊമോട്ടറാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ചുകൂടെ ഒക്കെ ഈ പിന്നെ നമ്മളെ ജോജു ജോർജും പറഞ്ഞു, ഇതിപ്പം ഷാപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ പേരാടാ പുതിയ കാലഘട്ടത്തിൽ. അല്ലേ? മാത്രമല്ല അതിനകത്ത് എനിക്ക് തോന്നുന്നു, മാത്രമല്ല അത് ഇംഗ്ലീഷിൽ എഴുതിയ ചിലപ്പോൾ കുഴപ്പമില്ല. മെയിൻ ആയിട്ട് അതാണ് പ്രശ്നം. കൊട്ടത്തല എന്ന് വായിക്കും, കൊട്ടത്തലാന്ന് വായിക്കും, കൂട്ടാത്തല എന്ന് വായിക്കാറുണ്ട് ചിലര്. ഇപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ റൈറ്റപ്സ് എഴുതും, ആർട്ടിക്കിൾസ് ഒരുപാട് എഴുതാറുണ്ടായിരുന്നു. അപ്പൊ ഈ പല ഓൺലൈൻ മാധ്യമങ്ങളിലും അതെല്ലാം പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ട്. അവരെല്ലാവരും തന്നെ ഈ പലപ്പോഴും ഈ ഇംഗ്ലീഷ് അതായത് ഫേസ്ബുക്കിലുള്ള ഇംഗ്ലീഷ് പേര് വായിച്ചിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ പല രീതിയിലാണ്. അപ്പൊ ഞാൻ കരുതി ഞാൻ ഈ സിനിമയൊക്കെ എടുത്ത് സംവിധാനമായിട്ട് വല്ല അവാർഡ് നൈറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അഖിൽ കൊട്ടത്തലാന്നോ കൂട്ടാത്തലാന്നോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അവസാനം പേരിനേക്കാളും കൂടുതൽ അത് ഇടംപേരായി മാറുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഒരു 5 പേര് സെലക്ട് ചെയ്തു, ഏതാണ് ബെസ്റ്റ്. അങ്ങനെ ന്യൂമറോളജി ഒക്കെ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തു. ചെയ്തപ്പം ഇപ്പം ജന്മം കൊണ്ട് ജാതി മാരാർ ജാതിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പേര് മാത്രം, സ്വഭാവത്തിൽ ഒരു ജാതി ഇല്ലാതെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗുമ്മായി. അടുത്ത സീസണിൽ മാറുമോ? എങ്ങനെ പേരോ?
അത് താത്തല്ലേ? ഞാനൊരു ബഹുമാനം വെച്ച് കൗണ്ടർ അടിക്കുന്നില്ല. അത് കുഴപ്പമില്ല. കാര്യം ഇത് കൊണ്ടു കൊടുത്തു പോകുന്ന ഒരു പരിപാടിയല്ലേ, മനസ്സിലല്ലേ? ബഹുമാനമൊക്കെ നമുക്ക് പുറത്ത് കാണിക്കാം. ഓക്കെ, അത് കുഴപ്പമില്ല. ഒരേ നമ്മളൊരു നാട്ടുകാരല്ലേ, അപ്പൊ അതുകൊണ്ട് സാറിന്റെ നാട്ടിലായിരുന്നു ഞാൻ ആദ്യം ലൊക്കേഷൻ പ്ലാൻ ചെയ്തത്. മെയിലോ? ആ മെയിലല്ലായിരുന്നു. മെയിലെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ടിനൊരു 15 ദിവസം കൂടെ മാത്രം ബാക്കിയുള്ള സമയത്ത് കോവിഡിന്റെ പേരും പറഞ്ഞ് അവിടുത്തെ 1-2 പേർക്ക് 1-2 പേരെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൊക്കേഷൻ മെയിനായിട്ട് അമ്പലത്തിന്റെ താഴത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെറ്റ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ പെട്ടെന്ന് നടക്കാതെ വരികയും നിന്ന നിപ്പി പാലക്കാട്ടേക്ക് പോയിരുന്നു. എന്റെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് കാണുക, അവിടെ ഷൂട്ട് ചെയ്യുക, സ്ക്രിപ്റ്റ് തിരുത്തുക. കാരണം വേറെ സമയമില്ല. ജനുവരി 1 ഷൂട്ട് തുടങ്ങണം. ഡിസംബർ പകുതിക്ക് ശേഷമാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. കവല, ഒരു വലിയ കവല വേണം. അത് മാത്രം അവിടെ നേരത്തെ ഫോട്ടോസ് എനിക്ക് ആർട്ട് ഡയറക്ടർ അയച്ചു തന്നു. ഈ കവല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ കഥ നടക്കുന്ന ഏരിയ നമുക്കുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്നത് വെച്ച് ഷൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ പോകുമായിരുന്നു. പലതും വഴി വെച്ച് കണ്ടിട്ട് ഇത് കൊള്ളാന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ തകർത്തു അല്ലേ? അല്ലെ, നമ്മുടെ ബിഗ് ബോസിലെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ മനോഹരമായ അനുഭവമായിരുന്നു. കാരണം ഞാൻ ആ ഷോയെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ടും ഈ നമ്മളിപ്പം ഇപ്പം മാധ്യമരംഗത്ത് ഒരു ശ്രീകണ്ഠൻ നായർ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോഴാണ് ആ മാധ്യമരംഗത്തേക്ക് ഒരാൾക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നു. മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സിനിമയോട് ആഗ്രഹം ഉണ്ടായത്. അതേ സ്ഥാനത്ത് സിനിമയിൽ വന്നൊരു നടൻ പുറത്തിറങ്ങി കാണിക്കുന്ന വിവരക്കേടുകൾ കണ്ടാൽ നമ്മളൊരിക്കലും സിനിമയെ സ്നേഹിക്കത്തില്ല, ഈ മാധ്യമരംഗത്തെ സ്നേഹിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചില കണ്ടസ്റ്റന്റുകളുടെ പേരൊക്കെ തന്നെ ഭയങ്കര നെഗറ്റിവിറ്റികളിൽ മാത്രമായിരുന്നു. അപ്പോൾ ഞാനും കരുതി ഇത്തരക്കാരെ പടച്ചുവിടുന്നൊരു ഷോ കൂടി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോയെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞിരുന്നത്. പക്ഷേ ഹൗസിനുള്ളിൽ ചെന്നിരുന്ന സമയത്ത് ഷോയുടെ പ്ലാനിങ്ങുകളും മറ്റും, ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് ഇതിനകത്ത്. ഒരാൾക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് മനുഷ്യന്റെ എല്ലാവിധ വൈകാരിക സ്വഭാവങ്ങളെയും, മൃഗീയ സ്വഭാവം ആയിക്കോട്ടെ, എല്ലാ സ്വഭാവത്തെയും പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് അതിനകത്തൊരു അതിൽ നിന്നൊക്കെ പുറത്ത്. പിന്നെ മാത്രമല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഷോയാണ്. മറ്റിപ്പം സാധാരണ ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജഡ്ജസിന് തീരുമാനിക്കാം, ചാനലിന് തീരുമാനമെടുക്കാം. അപ്പം അത് സംഭവിക്കാതെ ഇപ്പം ചാനലിന് പോലും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച പോലും നടക്കത്തില്ല. പൂർണ്ണമായും ജനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഭംഗി. ജനങ്ങളുടെ വോട്ടും പ്രസക്തമാണല്ലേ? അതെ. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അഖിൽമാരാർ കിട്ടിയായിരുന്നു. ഫുള്ള് ഹേറ്റേഴ്സ് ആയിരുന്നു. ഞാൻ കയറി പോകുന്ന സമയത്ത് എനിക്ക് 7% പേരുടെ പിന്തുണയൊക്കെ ആയിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ. അതായത് ഈ ഇന്ന മത്സരാർത്ഥിയെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് വീക്കിൽ ഇവനെ പുറത്താക്കിയേക്കണം. ഇതായിരുന്നു സോഷ്യൽ മീഡിയയിലെ തുടക്കത്തിൽ. പിടിച്ചത് അവർക്ക് എന്നെ മനസ്സിലാക്കി, അഖിൽമാരാർ മനുഷ്യനെ അവർ മനസ്സിലാക്കി. എന്തായാലും നന്നായി. അപ്പൊ നമ്മൾ ഇനി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒറിജിനലി യു ആർ ഫ്രം കോട്ടാത്തല. ഞാൻ ജനിച്ചത് കൊട്ടാരക്കരയാണ്. പക്ഷെ ഒരു 6 വയസ്സിന് ശേഷം ഞാൻ അച്ഛൻ്റെ നാട് കുട്ടിയമായിരുന്നു. കുട്ടിയം ഉമയനല്ലൂരായിരുന്നു അച്ഛൻ്റെ നാട്. അപ്പോൾ ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് ഉമയനല്ലൂരായിരുന്നു. പിന്നെ ഈ വീടുകൾ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു 7 വീടുകളിലായിട്ട് വാടകയ്ക്കും മറ്റു രീതിയിലൊക്കെ താമസിച്ചു. അച്ഛന് എൻ്റെ കുട്ടിക്കാലം വരെ ഒരു 1-2 വയസ്സ് വരെയൊക്കെ നാട്ടിലെ സാധാരണ ജോലിക്കാരനൊക്കെ മറ്റു പറഞ്ഞു. അച്ഛനൊക്കെ ക്ഷേത്ര കലകളും നാദസ്വര വിദ്വാനൊക്കെ ആയിരുന്നു, ക്ഷേത്ര പക്ഷേ ഇവരൊന്നും പിന്നീട് അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ ഇങ്ങനെ സാധാ കൂലിപ്പണിയൊക്കെ ചെയ്തൊന്നും അങ്ങനെ സൗദിയിൽ ജോലി കിട്ടി പോന്നു. പക്ഷെ ശമ്പളമൊന്നും ഇല്ലെന്നേ. ഈ അന്നൊക്കെ വളരെ തുച്ഛമായ ശമ്പളമൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഗൾഫുകാരന്റെ മകനെന്നൊന്നും ഒരിക്കലും ഇല്ല. ഇവിടെ നമുക്ക് 10-ാം ക്ലാസ് വരെ നമുക്ക് വീടില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ആ സ്ട്രഗിളാണ്. അത് ഇപ്പൊ ഞാനത് ഓലപ്പുര എന്ന് പറയുമ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട്, ഒരുപക്ഷെ ഒരു 10-30 വർഷം അതെ ഒരുപാടുണ്ട്. അവിടെ നമുക്ക് കുറെ ഒരു വയലിലൊക്കെ ആയിരുന്നത് ഒരു ഓലപ്പുരയിലായിരുന്നു. സാധാരണ വീട് ഇപ്പം കരയിലാണെന്നുണ്ടെങ്കിൽ മഴ സമയത്ത് പ്രശ്നമില്ല. ഇത് വയലിലായിരുന്നുകൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പം നമ്മൾ ഈ ഓണക്കാലം എന്ന് പറയുന്നത് അഗതികളെ പോലെ, അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പല വീടുകളിലായിട്ടുള്ളൊരു ജീവിതം. ആ സമയത്ത് ഇങ്ങനെ പല ബന്ധുക്കളെ വീട്ടിൽ പോയി കിടക്കാൻ പറയുമ്പോൾ രസമാണെങ്കിലും ഈ പോയി കിടത്ത അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഒരു പശുത്തൊഴുത്തിലായിരിക്കും ഒരു കസേരയിട്ട് നമുക്ക് കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ ഇപ്പം ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എൻ്റെ അമ്മ ഇതൊക്കെ അതിജീവിച്ചത് ഭയങ്കര അത്ഭുതമാണ്. ഇന്ന് എൻ്റെ വൈഫിന് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു സുഖമില്ലാന്ന് വന്നാൽ നമുക്ക് പോകാൻ 2-3 കാറ് വീട്ടിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇവിടുന്നെടുത്ത് ഈ ഞങ്ങളെയും കൊണ്ട്, കാരണം എനിക്ക് 1-ാം ക്ലാസ്സിൽ TV വന്നു, മൈനർ TV എനിക്ക് വന്നു, അനിയനും വന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അസുഖങ്ങൾ ഒരു ഭാഗത്ത്, ഇന്നൊക്കെ നമുക്ക് പിള്ളേർക്ക് ഒരു പനി വന്ന ടെൻഷനാണ്. അപ്പോൾ അത് അമ്മ അതിജീവിച്ചത് അമ്മയുടെ ഒരു ഭയങ്കര പവർഫുൾ മൈൻഡാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ എത്ര മക്കളാണ്? 2 മക്കളാണ്. ഓക്കെ, ഇന്നിപ്പോ ആരൊക്കെയാ മത്സരിക്കാൻ കൂടെ വന്നിരിക്കുന്നത്? ഇന്നിപ്പം എന്റെ പ്രിയതമ രാജലക്ഷ്മി നാളെ എവിടെയാ? ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ എവിടെയായിരുന്നു? പൂനെ, ബോംബെ, പഞ്ചാബ്. വടക്കൻ മലബാറോ? വടക്കേ ഇന്ത്യയിലായിരുന്നു അല്ലേ? ഓക്കെ, താങ്കൾ? ശ്രീഹരി. താങ്കൾ? എന്റെ പേര് ഹരീഷ്. ഞങ്ങൾ +1 +2 ഒരുമിച്ചായിരുന്നു പഠിച്ചത്. എവിടെയായിരുന്നു ഒന്നിച്ച് പഠിച്ചത്? വെണ്ടാർ സ്കൂളിൽ, കൊട്ടാരക്കര. താങ്കൾ എവിടെ പഠിച്ചത്? മാവേലിക്കര. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉപയോഗം അറിയാലോ. നിങ്ങളുടെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സർവീസേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ വിജ്ഞാനം എവിടെങ്കിലും തങ്ങി കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി നിൽക്കുമ്പോൾ
ഒന്ന് തടച്ചിലൊന്ന് മാറ്റി യഥാർത്ഥ വിവരം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സർഗധനരായിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ അഖിൽ മാരാർ, നമുക്ക് മത്സരത്തിലേക്ക് പോകുമ്പോൾ 1-2 കാര്യം കൂടി. നാക്ക് പ്രശ്നമാണോ? ഇല്ല, നാക്ക് അനുഗ്രഹമാണ്. സാറിനെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ അടിച്ച് വെള്ളത്തിലാക്കുന്ന പരിപാടി ഉണ്ടോ? വേണ്ടാത്ത ഏടാകൂടങ്ങൾ ഈ നാക്കുണ്ടാക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു. അങ്ങ് വളരെ കുറവാണ്. വിമർശകർ പോലും എന്റെ വായിൽ നിന്ന് വീഴുന്ന അബദ്ധങ്ങളെക്കാട്ടിയും കൂടുതലും ആരെങ്കിലും ഒക്കെ വിമർശിച്ചാൽ പോലും അത് അവർക്കെതിരെ പറയുന്നത് കൊണ്ടാണ്. ആണോ? അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാം, ഈ അടുത്തിടയ്ക്ക് തന്നെ അഖിലിന്റെ ഒരു പ്രയോഗം വന്നു, സുരേഷ് ഗോപി വായടച്ചിരിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ അങ്ങനെ പറഞ്ഞു. കാരണം ഓർക്കാപ്പുറത്തൊരു അടിയായിരുന്നു. എന്തായിരുന്നു അപ്പോ അഖിൽ മാരാരുടെ മനസ്സിൽ? അതെന്ന് വെച്ചാല് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സുരേഷ് ഗോപിയെ ഈ ഒറ്റതിരിഞ്ഞൊരു വേട്ടയാടൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പല ആക്ടിവിറ്റിയും ഒരു അതായത് നമ്മുടെ കേരളത്തിൽ 90% വരുന്ന BJP വിരുദ്ധരായിട്ടുള്ളവർ അറ്റാക്ക് ചെയ്യുന്ന വിഷയങ്ങൾ പലതും ജനത്തിന് മെറിറ്റായിട്ട് തോന്നുന്ന വിഷയങ്ങളാണ്. അപ്പൊ അത്തരം മെറിറ്റായിട്ടുള്ള വിഷയങ്ങളിൽ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളി എന്ന് പറഞ്ഞ ഒരു വിഷയം, ആലപ്പുറത്തെ തട്ടു എന്ന് പറഞ്ഞ വിഷയം വന്നു. അപ്പൊ നമ്മളിത് കണ്ടോണ്ട് ഇത് സത്യത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ എന്റെ ബിഗ് ബോസിലെ ഒരു എപ്പിസോഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇടുകയും ചെയ്ത സമാനമായ ഒരു അനുഭവം. അതായത് ആ ഒരു വിഷയത്തെ ഇവിടുത്തെ വക്രീകരിച്ചതും വളച്ചൊടിച്ചതും എനിക്കൊട്ടും വർക്കായിട്ടില്ല. ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ശരീരത്തിൽ തൊടാൻ പാടില്ല, അതൊക്കെ ലോജിക്കലി ശരിയാണ്. പക്ഷേ പിന്നീട് അതിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ഭയങ്കര ഒരു മോശക്കാരനാക്കി മാറ്റാനുള്ള ഒരു വലിയ ശ്രമം നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ എന്താ ചിന്തിക്കുന്നത്? ഇത് അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന പോലെ ഒരു അറ്റാക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഒരു വലിയൊരു ഭൂരിപക്ഷത്തിന്റെ ചിന്തയിൽ ശരികൾ സുരേഷ് ഗോപിക്ക് ഒപ്പം വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പം പുള്ളിയെ ജയിപ്പിച്ചടങ്ങത്തോളം വാശിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ഇത് പൊതുവെ അങ്ങനല്ലേ സാറേ, നമ്മൾ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മെറിറ്റ് ജനത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടന്നു. ആ സമയത്തും വിഷയങ്ങൾ അനപ്പം എനിക്കൊന്ന് കുറെയൊക്കെ വർഗീയവൽക്കരിച്ചു വരെ നടന്നു. ലാലേട്ടനെ ഇത് ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ വരെ നമ്മൾ ആ സമയത്ത് നമ്മൾ അല്ലല്ല. അത് അപ്പം പിന്നെ ബ്രാഹ്മണന്റെ ഒരു കാര്യം പുള്ളി പറഞ്ഞു. പിന്നീട് 1-2 സ്ഥലത്ത് പ്രസംഗിച്ച സമയത്ത് പുള്ളി ഇച്ചിരി, അതായത് അദ്ദേഹം ജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് ജനങ്ങളും ഇടതുപക്ഷവും ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ചേർന്ന് ഒരുക്കി ചില സമയത്ത് നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം. മൗനം വിദ്വാന ഭൂഷണം. മൗനം വിദ്വാന ഭൂഷണവും വിഡ്ഢികളുടെ ലക്ഷണം കൂടിയാണേ. അതുകൊണ്ട് പിന്നെ കറക്റ്റായിട്ട് ചോദിക്കണത് മറുപടി പറയാൻ വേണം. അത് വിദ്വാന്റെ മാത്രമല്ല, എനിക്കൊന്ന് അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. മനുഷ്യനെന്ന ഒരുപാട് പേരെ ഒരു മനുഷ്യൻ എന്നുള്ളതിൽ ഒരുപാട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം കേരളത്തിൽ ആർക്കാർ രാഷ്ട്രീയം ഇല്ലാത്തത്. അല്ല, തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് കാണുന്നത്. ഇപ്പം അദ്ദേഹമായിട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ അടുപ്പമില്ല. കാരണം ഞാനത് തന്നെ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞൊരു കാര്യം. ഇപ്പം ഇതിന്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ട പലരും പോയപ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ വിന്നറൊക്കെ ആയിട്ട് ഞാനും ഭയങ്കരമായ സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്ന സമയത്തും അങ്ങനെ അത്ര കോള് എന്നോട് പലരും ചോദിച്ചു സുരേഷ് ഗോപി ആയിട്ട് കല്യാണം. ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ അത്ര വലിയ അടുപ്പില്ല, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പുറത്തേക്ക്. അല്ലാതെ ഇപ്പം പുള്ളി കേന്ദ്രമന്ത്രിയൊക്കെ എനിക്കൊരു ബന്ധമില്ല. ഈ അഖിൽ മാരാറ് കൊട്ടാരക്കരയും കോട്ടാത്തലയൊക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു വരുന്നു. കോട്ടാത്തല സുരേന്ദ്രന്റെ നാടാണ്. നമ്മളെ സംബന്ധിച്ചോളം രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ നാട്. വളരെ അഭിമാനത്തോടെ ആൾക്കാർ പറയുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ടാത്തല. എപ്പോഴും ഞാൻ ഒരു സിനിമ എടുക്കാനുള്ള കഥയുള്ള മനുഷ്യൻ കൂടി ഒരുപാട്. അപ്പൊ ഈ കോട്ടാത്തല സുരേന്ദ്രന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഈ അഖിൽ മാരാർ കോട്ടാത്തലയ്ക്ക് ഈ ജീവിതത്തിലെ എന്ത് ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ട്? ആരാകണം? ചില ആൾക്കാരെ കുട്ടിക്കാലത്ത് കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളുണ്ട്, ചിലതൊന്നും നടക്കത്തില്ല. അപ്പൊ ഞാനൊക്കെ ആഗ്രഹിച്ച ആദ്യം ഒന്ന് മോഹൻലാൽ ആകണമെന്നായിരുന്നു. എനിക്ക് പിന്നീട് മനസ്സിലായത് അത്ര എളുപ്പമല്ലെന്ന്. ഞാൻ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാലേ നമ്മൾ ഓരോ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുമല്ലോ. ഞാൻ അങ്ങനെ ഇന്നതാകണം എന്നുള്ള ആഗ്രഹമായിരുന്നില്ല സാർ. അതായത് നമുക്ക് ഒരുപാട് അവഗണനകളും പരിഹാസവും പുച്ഛവും ഒക്കെ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ പലയിടങ്ങളിൽ നിന്ന് കേട്ട് വളർന്നതുകൊണ്ടും ഈവൻ എൻ്റെ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെയൊക്കെ 4 പേര് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാകണം. അച്ഛനും രാഷ്ട്രീയവും പിന്നീട് സ്വതന്ത്രനായിട്ടൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കിട്ടാതെ വരികയും നമ്മളെ ആരും അംഗീകരിക്കുന്നത്, ഒന്നും നമുക്ക് സാമ്പത്തികമില്ല, പിന്നെ നമുക്ക് മറ്റു രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള മറ്റു വലിയ ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും പരിഹാസവും പുച്ഛവും അനുഭവം കൊണ്ടും കണ്ടു വളരുക. അപ്പം ഇത് മാറി ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരാളായി മാറണമെങ്കിൽ വെറുതെ പഠിച്ചൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാത്രം കാര്യമില്ല. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ആകണം. ഇത് ഇന്നതൊന്നുമല്ല, കാശുണ്ടാക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പൈസ ഉണ്ടാക്കണമെന്ന് ഇപ്പോഴും എനിക്ക് ചിന്തയില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇപ്പൊ എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ജോലി കിട്ടിയതാണ്. ഇപ്പൊ 2010 തന്നെ 50,000 രൂപ ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അഖിലിന്റെ ജോലി? ഞാൻ സാർ എനിക്ക് എഴുതി എല്ലാ PSCയും കിട്ടിയതാണ്. അപ്പം പക്ഷേ ഇതെല്ലാം വേണ്ടെന്ന് എഴുതി കൊടുത്തു വന്നു. കാരണം ലൈഫിൽ എനിക്കൊരു പഴയ പ്രണയം, അപ്പം എന്റെ കാമുകി എടുത്ത് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതൊക്കെ കേരളം മുഴുവൻ അറിയാം. അറിയാലോ? ഭാര്യയുടെ നല്ല കേരളം മുഴുവൻ അറിയാവുന്ന ഓൾമോസ്റ്റ്. അപ്പൊ ചുരുക്കം പറയാം, ഈ ഭാര്യക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. നടക്കുമ്പോ ഭർത്താവിന്റെ മുൻ കാമുകി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കുവോ? അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു വെറുതെ പറയുകയാണ്, എന്നെ ഇനി TV യിൽ കണ്ടാൽ മതി
എന്നെ ടി വിയിൽ കണ്ടാൽ മതി എന്ന് 2010 പറഞ്ഞ് ഇപ്പം നമ്മൾ ഒരാളുടെ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് തട്ടാൻ നടക്കുക പിള്ളേർ. എടാ ഈ ഒരു പെണ്ണ് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവക്ക് നാളെ അസൂയ തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലേക്ക് നീ എന്ന് എത്തിക്കാണിച്ചു കൊടുക്കുക. അതല്ലേ ഏറ്റവും വലിയ പ്രതികാരം. അല്ലാതെ പെൺകുട്ടികളെ പ്രേമിച്ചിട്ട് ആ പെൺകുട്ടിക്ക് പുറത്ത് ആസിഡ് കൊണ്ടൊഴിക്കാൻ, പെട്രോൾ ഒഴിക്കാൻ ചെന്ന മര്യാദകളാണെന്ന് ഒരു കാണിക്കേണ്ട ഒരിക്കലും അല്ല. അപ്പം ഞാൻ അതുകൊണ്ട് വെച്ചത് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഒരിക്കലും നമുക്ക് ആ കുട്ടിയോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. നമ്മുടെ ഒരു തീരുമാനം എടുക്കുന്നു, ലൈഫിൽ എന്തെങ്കിലും ആകണം. 2010 തീരുമാനം എടുക്കുന്നു, അന്ന് ജോലിയെല്ലാം രാജിവെക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു US കമ്പനിയിലാണ്. ഞാൻ മെഡിക്കൽ റെപ്പായിരുന്നു. പിന്നെ അതിനുശേഷം തന്നെ ഒരു അമേരിക്കൻ കമ്പനിയിൽ ബോട്ടോക്സ് ബ്രാൻഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അലർഗൻ എന്ന് പറയുന്ന കമ്പനിയാണ്, വേൾഡ് നമ്പർ 1 ആണ് അവർ ഓഫ്താൽമിക്കിൽ. അപ്പോൾ അതിൻ്റെ ടെറിട്ടറി മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെക്കുന്നു. പെട്ടെന്ന് ഒരു സഡൻ തീരുമാനം. അപ്പോൾ എൻ്റെ മാനേജർ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പരിപാടി കാണിക്കുന്നത്? കാരണം ഇത്രയും ഈ ഇന്ത്യയിൽ തന്നെ 21 വയസ്സിലൊരു എംപ്ലോയി കമ്പനിക്ക് ഇല്ല. കാരണം 25 വയസ്സിന് താഴെയുള്ള കമ്പനിയുടെ അന്നത്തെ ഒരേ ഒരു എംപ്ലോയി ഞാനാണ്. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിലെ കമ്പനി ഞാൻ വർക്ക് ചെയ്യാൻ കയറിയിട്ട് നീ ഇത് ഇത്രയും വളരെ ഈസി ആയിട്ട് 7ാമത്തെ മാസം കളഞ്ഞിട്ട് പോകണമെന്ന് വെച്ച് പുള്ളി എന്നെ കുറേ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഹൈദരാബാദിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു, സാറേ ഇല്ല, എനിക്ക് പറ്റില്ല, എനിക്കൊരു കോർപ്പറേറ്റ് കമ്പനികളിൽ വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിച്ചു കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുകയും, പക്ഷേ അതിന് പിന്നാലെ അങ്ങ് ഒരു സഞ്ചാരം തുടങ്ങുമായിരുന്നു. ആ യാത്ര ഇന്നിപ്പോ ഈ ഫ്ലവേഴ്സിന്റെയും സന്തോഷം. അപ്പോ അഖില് വേറെ കാര്യം, ഈ അഖില് കുട്ടിക്കാലത്ത് ഒരുപാട് പരിഹാസങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് അഖിലിന്റെ കുട്ടിക്കാലം ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ഏതോ ഒരു കാർ കണ്ട അഖില് പോയി തുറന്നു നോക്കിയിട്ട് അവസാനം കാറ് മോട്ടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ കടുത്ത അനുഭവങ്ങൾ നാട്ടിലുണ്ട്. അതായത് ഈ പലരും എന്നോട് ചോദിക്കും, എന്റെ ഫ്ലാറ്റിന്റെ എഴുത്തായിരുന്നു ഇന്ന് രാവിലെ. നല്ല ദിവസമാണല്ലോ. എവിടെയാണ് ഫ്ലാറ്റ്? ഞാൻ കാക്കനാട് ഫ്ലാറ്റ് വാങ്ങി. ഇന്നായിരുന്നു എഴുത്ത്. പക്ഷെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു മിനി കൂപ്പറും വാങ്ങി, ഒരു വോൾവോയും വാങ്ങി. അപ്പൊ ഇത് രണ്ടും വാങ്ങാനുണ്ടായിരുന്ന കാരണം പോലും വാഹനങ്ങളോട് കാശിന്റെ വരുവ എവിടുന്ന അല്ല, അത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ശമ്പളം, പൈസ, പിന്നീട് എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. ഇപ്പോഴും ഉണ്ട് 25, 27, 29 എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട്. അത്യാവശ്യം പൈസ തരുന്നുണ്ട്. ഞാൻ വാങ്ങുന്നു എന്ന് പറയുകയല്ല. നമുക്ക് വില വരുന്നത് അങ്ങനല്ല. ഞാൻ എന്റെ വില ഇടിച്ചു താക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് നല്ല വില പറയും. ഇപ്പം നമ്മൾ മലയാളത്തിൽ മോഹൻലാലിന് നമ്മൾ 25 കോടി കൊടുക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരമല്ല, അദ്ദേഹത്തിന് അത്രയും വില ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വില ഞാൻ നിശ്ചയിച്ചു, ആ വില ഞാൻ ചോദിക്കാറുണ്ട്. തരുന്നത് അത്രേ ഉള്ളൂ. അല്ലെ ഞാൻ ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല. നിങ്ങൾക്ക് തരുവോ തരാതിരിക്കുക. ഒരുപാട് കാലം വിലയില്ലാത്തവനായി നടന്നു. ഇനി അങ്ങോട്ട് ഞാൻ വിലയില്ലാത്തവനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വില തന്നാൽ വരും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നാട്ടുകാർ ഇട്ടിട്ടുണ്ടോ വില? നാട്ടുകാരും ഒരു വിലയെക്കാട്ടി കൊണ്ട് സ്നേഹമാണ് സാർ. കാരണം പിന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുമ്പോൾ അടൂർ മുതൽ കൊട്ടാരക്കര കോട്ടാത്തല വരെ ഒരു 10-50,000-ലധികം ആൾക്കാരുടെ അടങ്ങുന്ന ഒരു റോഡ് ഷോയിലാണ് ഞാൻ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതിലെനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റിയില്ല. കാര്യം അത്രയും ക്രൗഡ് കാരണം എനിക്ക് വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഓഫ് വോട്ട് കിട്ടിയ ആൾ ഞാനാണ്. അങ്ങനെയൊക്കെ കുറെ ഭാഗ്യങ്ങൾ അത് അത്രയും പേര് 80% വോട്ട് ഒരു മത്സരാർത്ഥിയിലേക്ക് മാത്രം ചുരുങ്ങി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഷോയിൽ. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. ഈ വണ്ടികൾ ഞാനിങ്ങനെ എടുക്കുമ്പോൾ പലരും എന്നോട് നേരത്തെ ചോദിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഈ വണ്ടികളൊക്കെ എടുക്കും. അതായത് കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല വീടുകളും കയറി ഇറങ്ങിയാണ് നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കറങ്ങി പോയൊരു വീട്ടിൽ കയറി ജനലിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാരുതി ഡോൾഫിൻ കാർ വന്നു. അപ്പൊ കാറ് കണ്ടപ്പോൾ ചുമ്മാ ഒരു ആഗ്രഹം, ചുമ്മാ ഞാൻ പോയി ഡോറ് പിടിച്ച് തുറന്ന് കാറിനകത്തോട്ട് തലയിട്ട് നോക്കിയപ്പോഴത്തേക്ക് തലക്കൊരൊറ്റയടി. അപ്പൊ ഈ അടി ഇങ്ങനെ കിട്ടി ടക്കനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ ഷോൾഡർ ബാഗ് കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഈ അടിയിൽ ബാഗ് താഴെ വീണു. പുള്ളി പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഷൗട്ട് ചെയ്തിട്ട് പിടിച്ച് വലിച്ചിട്ട് കുടലൊക്കെ കുത്തി പിടിച്ചു. എന്താണെന്ന് എടുത്തതെന്നൊക്കെ ഞാൻ പറയും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പം പുള്ളി ആരും നോക്കട്ടെ ഞാൻ ബാഗൊക്കെ അങ്ങോട്ട് വലിച്ചു തുറന്ന് ബാഗ് എടുത്ത് ഒരു ഒറ്റ കുടച്ചിൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പണ്ട് നടന്നു പോകുമ്പോൾ കശുവണ്ടി പറക്കി ഇടുമല്ലോ. ഇതായിരുന്നല്ലോ പഴയ കുട്ടിക്കാലത്ത് വരുമാനം മെയിനായിട്ടതാ. ഒരു പൊറോട്ട മേടിക്കാം, 2 രൂപ കിട്ടും അല്ല 5 രൂപ കിട്ടും എന്നുള്ള ചിന്തയിൽ. അപ്പൊ ഈ കശുവണ്ടി അവിടെ അന്നത്തെ ആ കുട്ടിയാൻ പ്രദേശത്തെല്ലാം ഒട്ടുമിക്ക സ്ഥലത്തും കശുവണ്ടി ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു JJK സിനിമ ഷൂട്ട് ചെയ്യാൻ കുട്ടിയത് പോയത് തന്നെ കശുമാവ് അവിടെ ഉണ്ടായിരുന്നുണ്ടാ. അപ്പൊ അങ്ങനെ ഇത് പറക്കി പുള്ളി ഇട്ടിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് മോട്ടിച്ചാന്നൊക്കെയുള്ള രീതിയിൽ ആ വീട്ടുകാരനെയൊക്കെ വിളിച്ചിട്ട് 9 കണക്കുള്ള കള്ളന്മാർ ഇതിനകത്ത് കയറ്റി പോയത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് വേളം വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചാ അവന്റെ ഒരു കാറി തൊട്ടപ്പോ ഇവൻ എന്തുകൂടാ കാണിയത്, ഇവന്റെ മുന്നേ കൂടെ ഇതിനെക്കാട്ടിയും വലിയൊരു കാർ ഓടിച്ച് നമ്മൾ പോകൂടെ, അങ്ങനെ ഒരു കാലം വരൂടെ എന്നൊക്കെ ചിന്തിച്ചിരുന്നതാ. അപ്പൊ അതുകൊണ്ട് ആ വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അഖില് എങ്ങോട്ട് സജീവമാകാനാണ് ശ്രമിക്കുന്നത്? അതെ, ഞാൻ തീർച്ചയായിട്ടും സാറേ സിനിമയിലേക്ക് തന്നെയാണ് സജീവമാകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേസമയം നിശബ്ദനായി സാധാരണ സിനിമാക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു വാഴപ്പിണ്ടി നട്ടലുവട്ടൊന്നും ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ ഇനി എന്റെ ലൈഫ് അങ്ങ് ഇല്ലാതാവുന്ന ഇങ്ങനെ സിനിമയിലെ അഖിലേ നമുക്ക് അങ്ങനെ ഒരുപാട് സത്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ സിനിമയിൽ പോയാൽ? അല്ല, അങ്ങനെ ലോകമാണല്ലോ. അല്ല, സിനിമയ്ക്കുള്ളിൽ പറയാന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പുറത്തെ വിഷയങ്ങൾ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം. ഇപ്പൊ നമ്മള് സാധാരണ നമ്മളെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഭയങ്കര മത സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം ഒക്കെ പറയും. ഏതെങ്കിലും ഒരു കലാകാരൻ അവന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ അവനെ ആക്രമിക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? സാറ് ശ്രദ്ധിച്ചു നോക്കും. ഇപ്പം ജയസൂര്യ ആയിക്കോട്ടെ, ജോജു ജോർജിന്റെ വിഷയം ആയിക്കോട്ടെ, ഈവൻ ലാലേട്ടൻ ആയിക്കോട്ടെ, ഇത് ഇവർക്ക് ഈ മനുഷ്യർക്ക് അവരൊരു കലാകാരന്മാരാണെന്ന് കരുതി അവരുടെ ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം അവർക്ക് പറഞ്ഞുകൊടുന്നുണ്ടോ? അപ്പൊ അവരെ ഭയപ്പെടുത്തുകയാണ്. ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കൂട്ടമായിട്ട് പോയി സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പേടിക്കും. ഇവരെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഭയപ്പെടും. അങ്ങനെ ഞാൻ ഭയപ്പെടത്തില്ല. അഖിൽമാരാര് പറയുന്നുണ്ടെന്നെങ്കിലും കേട്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചു.
എനിക്ക് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നേ ഉണ്ടാവട്ടെ. മനുഷ്യൻ നീയായിട്ട് ജീവിക്കടാ, ഞാനായിട്ട് ജീവിക്കും. അല്ല, അഖില് ഏതെങ്കിലും അപ്രിയമായ സത്യം പറഞ്ഞതിന്റെ പേരിലേ കയ്യാങ്കളിയിലേക്ക് വല്ലതും പോയിട്ടുണ്ടോ? ആരെങ്കിലും തല്ലാൻ വരിക? ഇല്ല, എനിക്ക് പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയത്ത് അടി ഉണ്ടായിട്ടുണ്ട്. ഞാനും കേസിൽ പ്രതിയായിട്ടുണ്ട്. നമ്മളെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ അന്ന് ഞാൻ ലൈംലൈറ്റിൽ നിന്ന സമയത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭീഷണികളേ ഉള്ളൂ. ഭീഷണി നടക്കത്തില്ല. നടന്നാലെന്ന് കൊല്ലും, അതിൽ കൊള്ളുന്നില്ലല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് അങ്ങനെ. ഞാൻ പണ്ട് 2-3 പ്രാവശ്യം റോട്ടിൽ തലയിറങ്ങി വീണു. ഞാൻ വിചാരിച്ച ഏത് നിമിഷം വടിയാവുമെന്ന്. അപ്പൊ എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്നവർ പിന്നെയും ചന്തുവിന്റെ ജീവിതം ബാക്കിയായി. അല്ല സാറേ, എനിക്ക് ആക്ച്വലി ഒരു രാഷ്ട്രീയത്തോടും താല്പര്യമില്ല. ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ ഒരു ആത്മാർത്ഥ ഇല്ലാതാണ്. അങ്ങനല്ല. ഞാൻ ഈ 3 വർഷവും എനിക്ക് കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഒരു രാഷ്ട്രീയമില്ല. ഞാൻ ഈ സിനിമ പരിപാടിയായിട്ട് കൊല്ലം ഫാത്തിമ കോളേജ്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ പരിപാടി 2013 സിനിമയായിട്ട് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ റോഡിൽ 2-3 പ്രാവശ്യം തലയിറങ്ങി വീഴുന്നത്. അപ്പൊ ഞാൻ കരുതി ഞാൻ ഏത് നിമിഷവും പടിയാവും. ആനവാൽ മോതിരത്തിലെ ശ്രീനിവാസനെ പോലെ ഞാനും ചിന്തിച്ചു, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് മരിച്ചൂടെ? എത്രയോ ആൾക്കാർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വരുന്നു. എത്രയോ പേര് ഒരു കാര്യമില്ലാതെ പോയി ആത്മഹത്യ ചെയ്യുന്നു. മരണം നമ്മുടെ മുന്നിൽ സുരക്ഷിതമെന്ന് നമുക്ക് തോന്നിയാൽ ആ ബാക്കിയുള്ള സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക, മരിക്കുക. അതിലും വലിയ സന്തോഷം വരില്ല. അപ്പം ഞാനും വിചാരിച്ചു ഞാനും മടിയാവും. അപ്പം ഏറ്റവും നല്ല പരിപാടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രാഷ്ട്രീയ സിനിമയൊക്കെ ചെയ്താൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണ് ചിന്തിക്കുന്നത്. വ്യക്തിപരമായ നേട്ടം വേണ്ട, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാം. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം വരുന്നത്. അപ്പൊ ആര് നമ്മൾ ചെന്നേറുന്ന പാർട്ടിക്ക് നമ്മളെ താങ്ങാൻ പറ്റിയോ? അല്ല, ഈ കോൺഗ്രസിലാകുമ്പോൾ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ KPC പ്രസിഡന്റിനെ വിമർശിക്കാം, രാഹുൽ ഗാന്ധി വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. ഒരുവൻ അവനായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കോൺഗ്രസിലേ പറ്റൂ, വേറെ ഒരു പാർട്ടിയിലും പറ്റത്തില്ല. അവരുടെയൊക്കെ കേട്ട സ്വഭാവം കാരണം അത് പറ്റില്ല. അപ്പൊ എന്റെ ചിന്ത, എന്നെ ഒരുത്തം കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഓടിച്ചോ, ഇവിടെ മരിക്കാതിരിക്കുന്ന നീ എന്തുകൂടെ എന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പേടിപ്പിക്കുന്നത്? തല്ലി ഓടിക്കടേ. അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് ഇന്നും കീപ്പ് ചെയ്യും. ഈ കോൺഗ്രസിൽ നിന്ന് പിന്നെ നേരെ എങ്ങോട്ട് പോയി? കോൺഗ്രസിൽ ഞാൻ വളരെ സജീവമാണ് സാർ. ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ വളരെ വ്യക്തിബന്ധവും പേഴ്സണൽ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കവിതയൊക്കെ എഴുതി, നേരിന്റെ നേരായ നേർവഴി കാട്ടിയോൻ, ശക്തിയായി സത്യത്തെ സഹചാരിയാക്കിയോൻ, ഇന്ന് നീ കേരള മുഖ്യനായി വാണിടും, ഭാരത നെറുകയിൽ നാളെ ചെന്നെത്തിടും, ഒപ്പം നടന്നവർ കൂടെ ചിരിച്ചവർ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച നാളിൽ പിന്നെ ആരോപണത്തിന്റെ കുരമ്പുകൾ കൊണ്ട്, അങ്ങനെയൊക്കെ കവിതയൊക്കെ എഴുതി അദ്ദേഹം ക്ലബ് ഹൗസിലെ കിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഞാൻ പറയും, പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാം പാർട്ടിയുടെ ഒരു അടിമയായിട്ടൊക്കെ വേണം നിൽക്കാൻ. ഞാനൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇന്നൊരാളെ മത്സരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നും, കോട്ടാത്തലയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹം വരാൻ പാടില്ല, അത് എന്റെ മാത്രമല്ല എന്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ മൊത്തത്തിലുള്ള താല്പര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് സാമുദായിക സംഘടന നേതൃത്വത്തിൽ പറഞ്ഞപ്പോൾ, സാമുദായിക സംഘടന അല്ല പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സംഘടനക്കെതിരെ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തണം. അപ്പൊ വാശിയായി. അപ്പൊ ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചു. ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചു. 1776 വോട്ടായിരുന്നു എനിക്ക് സ്വതന്ത്രമായി ബ്ലോക്ക് പഞ്ചായത്തിൽ. പാർട്ടിക്കെതിരെ എന്ന് വെച്ചാൽ, പക്ഷേ എന്റെ വോട്ടും പാർട്ടിയുടെ വോട്ടുകൂടെ കൂട്ടിയ ചരിത്രത്തിൽ 60 വർഷങ്ങൾക്ക് ഇപ്പുറം കോട്ടാത്തലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചേനെ. കാര്യം പാർട്ടി വോട്ടുകളിലും അതിന് മുകളിൽ വോട്ട് അദ്ദേഹം പിടിച്ചു. കാര്യം 8 വാർഡിലെ വോട്ട് കൂട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ബ്ലോക്കിൽ പുള്ളിക്ക് കിട്ടിയപ്പോൾ അതിന് മുകളിൽ 1700 വോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിഷ്പക്ഷമായ ജനതയും മറ്റുള്ളവരൊക്കെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കി. പിന്നീട് പല പ്രാവശ്യം പാർട്ടിയിൽ തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു. പക്ഷേ പാർട്ടിക്ക് വേണ്ട. 1700 പ്രതിഭയെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് മഹാഭാഗ്യമായി കേട്ടോ. അത് ഭാഗ്യമായി. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഏത് പാർട്ടിയിലോട്ട് പോയി? ഈ അടുത്ത സമയത്ത് നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പോയി RSS പൊക്കോളാൻ പറഞ്ഞു, അദ്ദേഹത്തെ പോയി കാണാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞ ആസാം മുഖ്യമന്ത്രി ഈ അടുത്ത് ഹേമന്ത് വിശ്വാസം പറഞ്ഞു. അതേ കണക്ക് ഒരു ചെവിയിൽ എന്റെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, നീ BJP പോയി ചേരുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഞാൻ ഈ കോട്ടാത്തല എന്ന് പറഞ്ഞ പക്ക കമ്മ്യൂണിസ്റ്റിലാമോ സാറ് പറഞ്ഞ രക്സാക്ഷിയുടെ നാടാ. അപ്പൊ നല്ല ചൂറും ചുരുക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഞാൻ ഒറ്റയ്ക്ക് എത്ര നിൽക്കും? ഞാൻ എന്തായാലും പോട്ടെ, ഞാൻ തല്ലുകൊണ്ടോളാം, നോ പ്രോബ്ലം. എന്റെ കൂടെ നിൽക്കുന്ന ഒരു അടികൊള്ളാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഞാൻ നിന്നേ പറ്റൂ. ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അങ്ങനെയാണ് BJP നിൽക്കുന്നത്. പക്ഷേ എനിക്ക് BJPയുടെ ഒരു 1.5 വർഷം 2 വർഷത്തിൽ താഴെ അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഭാരത് മാതാക്ക് ജയം വിളിച്ച് പോലീസുകാരുടെ പഞ്ചായത്ത് ഓഫീസിലും ജില്ലാ ഓഫീസിലും പോകാൻ ബുദ്ധിമുട്ടാണ്. അത് ഇന്ത്യക്കാരല്ലയോ? നമ്മൾ ഒരു ഇന്ത്യക്കാരൻ വേറൊരു ഇന്ത്യക്കാരനെ നോക്കി വെല്ലുവിളിക്കുന്നുണ്ടാകുന്ന ഭാരത് മാതാക്ക് ചെയ്യുന്നു വിളിക്കട്ടെ. അവർ ഇറങ്ങി തിരിച്ചിറങ്ങി വിളിച്ചാൽ പറയും. എനിക്ക് അതൊക്കെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് മാനസികമായിട്ട് തീരുമാനിച്ചത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണി. സ്പീഡിനേക്കാൾ ഇരട്ടി വേഗത്തിൽ പുറത്തോട്ട് വന്നു. ഞാൻ പ്രവർത്തിച്ചതിന്റെ 10-1 പോലും എനിക്ക്. പിന്നെ മാത്രമല്ല, അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസും അവിടെ കിട്ടുന്നില്ലായിരുന്നു. അവര് യുവജന പ്രസ്ഥാനങ്ങളെയൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, അഖിൽ മാരാർ, നമുക്ക് ഇനി മത്സരം തുടങ്ങണം. ഇത് കുട്ടേട്ടൻ. നമസ്കാരം അഖിൽ മാരാർ. നമസ്കാരം. താങ്കൾക്ക് സുഖം തന്നെയല്ലേ? ചെറിയ സുഖക്കുറവുണ്ട്. എന്താണ് താങ്കൾക്കുള്ള സുഖക്കുറവ്?
അത് ഒന്നുമില്ല, പിന്നെ നാളെ പറയാം. താങ്കളുടെ മക്കൾ പ്രകൃതി പ്രാർത്ഥന എന്താണ് കൊണ്ടുവരാതിരുന്നത്? അവര് രണ്ടുപേരും ഇവിടെ വന്നായിരുന്നുണ്ടെങ്കിൽ ശ്രീകണ്ഠൻ ചേട്ടനെ ഇവിടുന്ന് ഇറക്കി, കുട്ടേട്ടനെ ഇവിടുന്ന് ഇറക്കി, ആകെ വേളമായാണ്. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളോട് കുട്ടേട്ടന്റെ അന്വേഷണം അറിയിക്കൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ. പിന്നെ വേറൊരു കാര്യം കൂടി കുട്ടേട്ടൻ ഓർക്കുന്നു. താങ്കൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കാറിന്റെ മുകളിൽ 3 ലക്ഷം രൂപ വെച്ച് മറന്നിരുന്നു. അത് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ താങ്കളുടെ ജീവിതത്തിൽ? അങ്ങനെയുണ്ടോ അഖിൽ? 3 ലക്ഷം രൂപ മറന്നു വെച്ചോ? അതുകൊണ്ട് അത് എവിടെ വെച്ചാണ് ആ ഭാഗ്യം? അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി എന്തും പല പരിപാടിയും ചെയ്തോണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട് എനിക്ക് ചെയ്യാൻ. ഞാൻ ചെയ്യാത്ത ഇടപെടാത്ത ബിസിനസ്സുകളില്ല. ഒരുപാട് പണിയില്ല. റോഡ് സൈഡിൽ നിന്നുള്ള മാങ്ങാ കച്ചവടം തൊട്ട് അങ്ങ് ഷെയർ മാർക്കറ്റ് ബിസിനസ് വരാം. അപ്പോൾ OLX വഴി മൊബൈൽ ഫോൺ മേടിക്കും, 10,000 രൂപയ്ക്ക് മേടിക്കും, 10,500 വിൽക്കും. ഇതാണ് ആഗ്രഹം. പക്ഷെ 10,000 മേടിക്കും, 2,000 ഞാൻ വിൽക്കും, 2,000 നഷ്ടമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇല്ലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ കടം മേടിച്ച് ഹരീഷിന്റെ ഒരു കാറ് ലാഭത്തിന് കിട്ടിയിട്ടുണ്ടെന്നും അത് എങ്ങനെ വിറ്റാലും നമുക്ക് ഒരു 50,000 രൂപ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ 3 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് ഇത് കൊച്ചിയിൽ ആദ്യം വന്ന് കണ്ട് വണ്ടിയെ പരിപാടിയെല്ലാം കണ്ട് 25,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ട് 3,4 ലക്ഷം രൂപയാണ്. അപ്പം ബാക്കി 3 ലക്ഷം കൂടെ കൊടുക്കണം. 25 അഡ്വാൻസും കൊടുത്തു. അപ്പൊ തിരിച്ചു വന്ന സമയത്താണ് അറിഞ്ഞത് ഇതിന് ബാങ്കിന്റെ ഫിനാൻസ് ബാക്കി ഉണ്ടെന്ന്. അപ്പൊ മഹേന്ദ്രയിലെ അവിടെ കൊട്ടാരക്കര മഹേന്ദ്ര കയറി തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടില്ല. അവരെ മറ്റൊരു നമ്മൾ അഡ്വാൻസ് കൊടുത്ത ടീംസ് പറയുന്നത് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എനിക്ക് അന്നൊരു i20 കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് കയറ്റി ഇട്ടിട്ടാണ് ഞാൻ ഈ മഹേന്ദ്ര പോയി തിരക്കുന്നത്. തിരിച്ചു വന്നു അപ്പൊ ഇങ്ങനെ കാറിന്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, എടാ ഇതിപ്പം പോയി നമ്മൾ 25,000 അങ്ങ് പോട്ടെന്ന് വെച്ചാൽ പോരെ. 25,000 പോയിട്ട് 2,500 പോലും വന്ന് ഭയങ്കര വലിയ സമയം. നമ്മൾ ഓട്ടൊന്നും വെക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യും, നമ്മൾ അവിടെ ചെല്ലും. അമ്മമാർ അത്ര ഫ്രാഡുകളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടുന്ന് കാർ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുക്കും, വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മളിഞ്ഞ് പോരും. അല്ലാതെ എന്തു അവൻ പൈസയും കൊണ്ട് ഇവിടെ വന്നാലേ ഇവിടെ അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നമ്മൾ തിരിച്ചു പഠിക്കും. അപ്പോൾ അളിയാ കൊച്ചിയാ വിഷയമൊക്കെ ഞാൻ വരുന്നത് വെച്ചാണ് നീ കയറുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്തോട്ട് കയറി ഇച്ചിരി മുന്നോട്ട് എടുത്തിട്ട് ഞാൻ ഡാഷ്ബോർഡ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ചെന്ന പൈസ എന്തി? ഞാൻ പറഞ്ഞു അണ്ണ എടുത്തോണ്ടല്ലേ മഹേന്ദ്രയിലോട്ട് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, കാര്യം അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ലവ്മാർ വണ്ടിക്കകത്ത് കയറും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൈസ എടുത്ത് കൈ പിടിച്ചോണ്ടാണ് ഞാൻ ബാങ്കിലോട്ട് പോയത്. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ലവനോട് കൂട്ടുകാരനോട് കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മുണ്ടി ഇങ്ങനെ അഴിച്ച് മടക്കി കുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് കിടന്ന വേറൊരു കാറിന്റെ ബോണറ്റിലോട്ടാ ഈ പൈസ വെച്ചത്. ആ കാർ എടുത്തോണ്ട് പോയതായിരിക്കും. അങ്ങനെ നിന്ന നിപ്പിൽ ഒരു 3 ലക്ഷം രൂപ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. പക്ഷെ കിട്ടി കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കാർ ബാക്കിലേക്ക് എടുത്തപ്പം ഇല്ല മറ്റേ താഴത്തെ കുഴിയുണ്ടല്ലോ, നമ്മൾ അലൈൻമെന്റ് ചെയ്യാൻ നിൽക്കുന്ന ഭാഗത്ത് കുഴിയുണ്ടല്ലോ, ഇതിലേക്ക് പൈസ വീണ് കിടന്നു. അപ്പൊ ഈ സ്റ്റാഫുകൾ ആരോ ഒരാൾ ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ പോലീസ് ഞാൻ എസ് ഐ വിളിച്ചു. എസ് ഐ പറഞ്ഞു അവിടെ വരട്ടെ. അപ്പൊ അവിടെ ഉള്ളവരത്തൊക്കെ അവിടെ നിൽക്കാൻ പറയാനൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ ബാക്കിലേക്ക് പോകുന്നു. ഞാനും എന്റെ കൂടെ വന്ന വേറൊരു പയ്യനുണ്ട്, ഒരു കൊച്ചു പയ്യനുണ്ട്, അവനും ബാക്കിൽ വരുന്നു. അപ്പൊ ഞങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്ന ന്യൂസ് പേപ്പർ ബാക്കിൽ ഇതൊരു ടയർ കട കൂടിയാ, ഇതിന്റെ ബാക്കിൽ കുറേ ടയർ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ ടയറിന്റെ ഇടയിൽ നിന്നൊരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് നമ്മൾ കാണുന്നു. അപ്പൊ മൂത്രമൊഴിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ന്യൂസ് പേപ്പർ അതെങ്ങനെയാണ് അതിനകത്ത് ന്യൂസ് പേപ്പർ വന്നത്? നമ്മുടെ ന്യൂസ് പേപ്പർ അല്ലേ എന്നുള്ള രീതിയിൽ ചാടി ഞങ്ങൾ ടയറിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ കൂട്ടിയിട്ടേക്കുന്ന ടയറിന്റെ ഇടയിൽ പൈസയുടെ കെട്ടുകൾ കിടക്കുക. സംഭവം എന്ന് വെച്ചാൽ ഈ കുഴിയിൽ വീണ് കിടന്ന പൈസ ഇവരെ സ്റ്റാഫുകൾ ആരും അടിയിലിറങ്ങിയപ്പം കിട്ടുകയും പെട്ടെന്ന് പിന്നീട് എടുക്കാമെന്നുള്ള രീതിയിൽ ഇവരിത് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പഴയ കൂന കൂടി കിടന്ന ടയറിനകത്തോടെ കണ്ടെടുത്ത് എറിഞ്ഞതാ. പക്ഷെ അത് കിട്ടി. പക്ഷെ ഞാനത് കിട്ടിയതോ പോയതിലോ ഒന്നും ആയിരുന്നില്ല. അതായത് ഒരു 3,000 രൂപ പോലും ഭയങ്കര വലുത് എന്ന് ചിന്തിച്ചൊരു സമയത്തും ഈ 3 ലക്ഷം പോയതൊന്നും എന്നെ ടെൻഷനൊന്നും ആക്കിയില്ല. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ. എനിക്കെന്നത്ര 23 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ സമയത്തും ഞാൻ ചിന്തിച്ചത് അടുത്തത് ലൈഫിൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് സഞ്ചരിക്കുക. ഇപ്പൊ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ട് സമയത്ത് 9 ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറി കാർഡിന്റെ ക്ലിപ്സ് മൊത്തം എററായി പോയി. 10ാമത്തെ ദിവസം വന്നിട്ട് ഞാൻ എഡിറ്റർ വന്ന് പറയാം, അഖിലേട്ടാ ഇത് പണി പാളിയേട്ടാ, നമ്മുടെ DAT കൺവേർഷൻ നടന്നിട്ടില്ല, ഒരു മെമ്മറി കാർഡ് മൊത്തം എറാണ്, ഒരിട്ട ക്ലിപ്പിംഗ് ഇല്ല. യോനാൻ സാറിന് അറിയാം, അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാം. അപ്പൊ ഇനി റീഷൂട്ടൊന്നും നടക്കത്തില്ല, സാറ് അമ്മയ്ക്കത്തുമില്ല. ഹരി അപ്പോഴത്തിരിപ്പുണ്ട്. ഞാൻ ഇച്ചിരി സമയം എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്തോ DAT കൺവേർഷൻ, ഇത് ആദ്യം ഒന്നും പിടിയിട്ടില്ല. ഇവിടെ അറിഞ്ഞത് ഷൂട്ട് ചെയ്തൊന്നും അതിനകത്തില്ല, ഒരു മെമ്മറി കാർഡിനകത്ത് ഷൂട്ട് ചെയ്തൊന്നുമില്ല. മെയിൻ സീക്വൻസ് ജോജു ജോർജ് ഉൾപ്പെടുന്ന മെയിൻ സ്റ്റണ്ട് സീക്വൻസും ആവേശിയൊക്കെ ഒന്ന് ചെയ്ത സീക്വൻസ് ഒരു ഷൂട്ട് ചെയ്ത് വെച്ചേക്കുക, നല്ല പൈസ ചെലവാക്കിയിട്ട്. അപ്പൊ ഏതാണ്ട് ജീവിതത്തിൽ ഒരു ഷോർട്ട് ഫിലിം പോലും നീ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഈ എങ്ങനെയൊക്കെയോ ഒരു വിധം വന്നൊരു സിനിമയുണ്ടാക്കി 9ാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്ക് ഈ സിനിമ നിന്നു പോകുന്നൊരവസ്ഥയാണ്. ഞാൻ ഈ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ ഭാര്യ അടുത്തൊന്നും മിണ്ടും ധാരണമില്ല. ഞാൻ അതായത് പൂർണ്ണമായും ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ്, മക്കളെ നോക്കി. കാരണം ഒരു അച്ഛൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയം, ഭർത്താവ് എന്ന നിലയിൽ പൂർണ്ണ പരാജയം, മകൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയം. എവിടൊക്കെ കൊണ്ടോ ഓടി ജീവിതത്തിൽ പരാജയമേ ഉള്ളൂ. ജീവിതത്തിന്റെ പടുകുഴിയിൽ ഇങ്ങനെ എത്തി നിൽക്കുക. ഈ നിൽക്കുന്ന സമയത്ത് കച്ചിത്തുരുമ്പ് പോലെ കിട്ടിയൊരു സിനിമ അത് ചെയ്തു വന്ന 10ാമത്തെ ദിവസമാണ് അറിയുന്നത് അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനവും വെണ്ടയ്ക്കൊന്നും ഇല്ലെന്നുള്ള കാര്യം. അപ്പോഴും ഞാൻ ഹരിയെടുത്ത് ഞാൻ പറഞ്ഞു, അളിയാ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇല്ലാതാവും.
അപ്പം എന്റെ പിള്ളേർ വളർന്നു വരുമ്പോൾ നീ അവരോടൊന്ന് പറഞ്ഞേക്കണം അവരുടെ അച്ഛൻ ഒരു പരാജയമായിരുന്നില്ല, ഇതൊന്ന് പറഞ്ഞേക്കണം. അത് മാത്രമേ നമുക്ക് ആഗ്രഹം. അത് നീ പറഞ്ഞേക്കണം, ഭാവിയിൽ അവരോട് പറഞ്ഞേക്കണം ഞാൻ എന്തൊക്കെയോ പരിശ്രമിച്ച ഒരാളാണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. കാര്യം ഈ സിനിമ ഇനി പൂർത്തിയാവും നമുക്കറിയില്ല. പിന്നെ ഈ മെമ്മറി കാർഡോ പോയി, ഇനി ഡയറക്ടറോട് ബോധം കെട്ട് കിടന്നിട്ട് എന്തോ ഉണ്ടാക്കി ഉണ്ടാക്കാനാ ബാക്കി ഷൂട്ട് ചെയ്യാൻ. ക്യാമറമാനെ വിളിച്ചു. ക്യാമറമാൻ വന്നിട്ട് പറഞ്ഞു അയാൾക്ക് ടെൻഷൻ, കാരണം അയാളെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ ഇത് കോവിഡൊക്കെ ആയ സമയത്ത് ഇത് വന്നവൻ എന്തോ പണി അറിഞ്ഞൊരു പയ്യനെ കണ്ടായിട്ട് വിട്ടത്. അങ്ങനെയാണ് ഈ ചെറുക്ക് ഇത്രയും ഡിലേ ആയിപ്പോയത് വിട്ടത്. പക്ഷെ ഭാഗ്യത്തിന് ഒരു 89 ക്ലിപ്സ് ഒഴിച്ച് ബാക്കിയൊക്കെ റിക്കവർ ചെയ്ത് കിട്ടി. അപ്പോഴും 89 ക്ലിപ്സ് നമുക്ക് കിട്ടിയില്ല. അത്രയും ക്ലിപ്സ് എററായി പോയതുകൊണ്ട് എഡിറ്റിംഗിൽ കുറച്ച് ജെർക്കൊക്കെ ചില സ്ഥലങ്ങളിൽ വരികയും ചെയ്തു. ഞാൻ പിന്നെ വിചാരിച്ചു അതേ പറഞ്ഞു ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കും. റീഷൂട്ട് ചെയ്തൊന്നുമില്ല. ഇല്ല, ക്ലിപ്പില്ലെങ്കിൽ ക്ലിപ്പില്ല, ബാക്കി വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അതാ കളി. ഓക്കെ, നമുക്കിനി മത്സരത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അഖിൽ, അതായത് ഇവിടെ ഇപ്പം 2 രീതിയിൽ മത്സരിക്കാം. 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്കും 20 ചോദ്യങ്ങൾക്ക് വഴി 1 കോടിയിലേക്കും. ഇത് 1 കോടിയാണ്. അപ്പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. അത് സാറിന് ഇഷ്ടം. അപ്പൊ അല്ല, ഞാൻ ചോദിച്ചാൽ 10 പറയത്തുള്ളൂ. ഞാനൊരു പോരാളിയാ. എന്റെ പോരാളി. ഇവര് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. കാരണം നമുക്ക് സംസാരിക്കണ്ടേ, കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ, കാശൊക്കെ വേറെ കിട്ടിയോണ്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള ക്വിസിംഗ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ബിഗ് ബോസ് അല്ലാതെ? ചോദിച്ചാൽ അല്ല, ബിഗ് ബോസ് ക്വിസിംഗ് പരിപാടി ആയിരുന്നില്ല. അല്ല, ഇതൊക്കെ പണ്ട് പങ്കെടുത്തിരുന്നു. പക്ഷെ പൂർണ്ണമായി ഞാൻ ഇതിൽ ഉപേക്ഷിച്ചു, മറന്നുപോയി. പണ്ട് ക്വിസ് കോമ്പറ്റീഷൻ ചാമ്പ്യനൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് വലിയൊരു കാലം ഉണ്ടല്ലോ ഇപ്പൊ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, മോണിറ്റർ പ്ലീസ്. അപ്പോ അഖിൽ മാരാർക്ക് നമ്മള് ഒരു വീഡിയോ കാണിച്ചു തരാം. സിനിമയിലൊക്കെ താല്പര്യമുള്ള ആളാണല്ലോ. അപ്പൊ അങ്ങോട്ട് നോക്കാം. LED വീഡിയോ വരുന്നു. പ്ലേ. ഇനിയാണ് ചോദ്യം. എവിടേക്കോ കേട്ടൊരു പാട്ടല്ലേ? ഓക്കെ, ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഏത് മലയാള സിനിമയുടെ തെലുങ്ക് റീമേക്കിലേതാണ് ഈ ഗാനരംഗം? ഓപ്ഷൻ എ പ്രേം പൂജാരി, ഓപ്ഷൻ ബി അനിയത്തി പ്രാവ്, ഓപ്ഷൻ സി നിറം, ഓപ്ഷൻ ഡി നക്ഷത്ര താരാട്ട്. നിറം. ഉറപ്പാ? സിനിമ കണ്ടതാണ്, പിന്നെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഓപ്ഷൻ സി നിറം. മലയാള പാട്ട് ഓർമ്മയുണ്ടോ ഇതിന്റെ? അതിൽ പാട്ട് പാടും. പാട്ട് പാടുവോ? പാട്ട്, ഡാൻസ് ഇല്ല. ഡാൻസ് കാണും. ഡാൻസിലെ ഡാൻസ് എങ്കിലും കാണും. ഡാൻസ് വൺ വൈറലാ. നമ്മൾ കളിച്ചാൽ വൈറലാ അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി നിറം. താങ്കൾക്ക് 10,000 രൂപ. കൺഗ്രാറ്റുലേഷൻ. എങ്ങനെയുണ്ടത്? പാടും പാടും. താങ്കൾ പാടുവോ? അല്ല, ഞാൻ അണ്ണം പാടും. ഇപ്പൊ അണ്ണ പാടണ്ണ. ഓക്കെ, പാടൂ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും മീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കുമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും കടുപ്പുള്ളൊരു പാട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ള ചൂട് കളയണ്ട. 20,000 രൂപയിലേക്ക് നമ്മൾ കിടക്കുന്നു. 20,000 rupees. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് ചോക്ലേറ്റ് നിർമ്മാതാക്കളാണ് വിക്ടോറിയ രാജ്ഞിയോടുള്ള ബഹുമാനാർത്ഥം 1914 മുതൽ തങ്ങളുടെ ചോക്ലേറ്റ് കവറുകൾക്ക് പർപ്പിൾ നിറം നൽകാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ കാഡ്ബറി, ഓപ്ഷൻ ബി മാർസ്, ഓപ്ഷൻ സി നെസ്ലെ, ഓപ്ഷൻ ഡി ഫെരേരോ. കാഡ്ബറി ആണോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ കൊട്ടാത്തല വഴി തിരുവനന്തപുരത്തേക്ക് ലോക്ക് ചെയ്യും. ഓപ്ഷൻ എ കാഡ്ബറി ലോക്ക്. അണ്ണൻ പറഞ്ഞത് ശരിയായിരിക്കുമോ? കാഡ്ബറിയാ ഞങ്ങളുടെ ഫേവറേറ്റ്. കാഡ്ബറിയാ ഇഷ്ടം. ഫേവറേറ്റ് കാഡ്ബറിയാ. തെറ്റുവോ? ഇല്ലെന്ന്. ചേച്ചിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇല്ല, ആള് ടെൻഷൻകാരിയാണോ? അവക്കോ ഒന്നുമില്ല. എന്നെ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഫുള്ള് ചോരയിൽ കുളിച്ച് ആദ്യമായിട്ട് അമ്പലത്തിൽ കണ്ടതിന് ശേഷം പിന്നീട് പ്രേമമായിരുന്നോ? അല്ല, അവരമ്മയാ തീരുമാനിച്ച് കെട്ടിക്കാൻ. അത് നന്നാക്കാൻ വേണ്ടിയാണോ? എടാന്ന് വിളിച്ചാ വാടാന്ന് വിളിക്കുന്ന ഒരു അഖിലിനെ നന്നാക്കാൻ വേണ്ടി. അത് ആ കാര്യം എന്തായാലും ഒന്ന് കേൾക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ കാര്യം പിന്നീട് ഞാൻ ഇത് പൂട്ടി വെച്ചു. കാഡ്ബറി പൂട്ടി. ഓക്കെ, കുളിച്ച് എന്താ ചോരയിൽ കുളിച്ച് അങ്ങനെ കണ്ടതാണ്. ഒരു പാർട്ടി പരിപാടി കിടക്കി ഞാൻ അവിടെ പറയാം. അമ്മ തീരുമാനിച്ചു. ഈ കാരണം അമ്മ വിശാല മനസ്കാണല്ലോ. ഇവർ അമ്മയുടെ കഥയും ഭയങ്കര സാറേ. കാരണം ഇവര് പൂനെയിൽ നിന്നും മറ്റു മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് ഇവര് കൊട്ടാരക്കാരാ. ഇവര് കൊട്ടാര മാവടി. അപ്പൊ ഇവരവിടെ വന്നിട്ട് ഇവർക്ക് ഒരു വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് കേസ് കിടപ്പുണ്ടായിരുന്നു.
അപ്പൊ കേസിന്റെ കാര്യങ്ങളായിട്ട് ഇവര് നടന്ന സമയത്ത് അവരെ കുറച്ച് പേര് ഇവർക്ക് ഒരു അമ്മ പണ്ട് കാണാൻ നമ്മളെ നടി ഗീതയുടെ ഒക്കെ കണക്കിരിക്കും. അപ്പൊ കാണാൻ കഴിച്ച് സുന്ദരിയ. അപ്പൊ അവിടെയുള്ള കുറച്ച് രാഷ്ട്രീയക്കാരും കുറച്ച് ആൾക്കാരും ഒക്കെ ഇങ്ങനെ വളയ്ക്കാൻ നോക്കിയുണ്ട് ഇവർ അമ്മമാരായിട്ട് ഉടക്കായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഉടക്കിനിടയ്ക്ക് ഇവർ വക്കീലാഫീസിൽ പോകുമ്പോൾ അവരിരുന്നോണ്ട് പറയും ഇപ്പം ഫുൾ ടൈം വക്കീലന്മാരുടെ കൂടെ ആണല്ലോ രാവിലെയും രാത്രിയിലും ഒക്കെയാണ്. അവർ പറഞ്ഞു ഞാൻ വക്കീലായി കാണിച്ചു തരാടാന്ന്. അങ്ങനെ ആ പ്രായത്തിൽ പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ പോയി വക്കീലായി, 2ാം ക്ലാസ്സിൽ പാസ്സായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവർ അമ്മയോട് ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വിഷയം ഉണ്ടാക്കിയ സമയത്ത് അതിന് സഹായിക്കാൻ ആരും ഇല്ലായിരുന്ന സമയത്ത് നാട്ടിൽ അല്ലറ ചില്ലറ തരികടയായിട്ട് കിടക്കുന്ന എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. അങ്ങനെ സഹായിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നതാ. ഇത് എങ്ങനെ അങ്ങ് നടന്നുമില്ല. ചിക്കാരി ചമ്പുവിന്റെ കാര്യം പറഞ്ഞു നടക്കുക. ഞാനങ്ങ് ഒരു വെണ്ടയ്ക്ക ചെയ്തതുമില്ല. അല്ല, അമ്മ തീരുമാനിച്ചെന്താണ് ഇവൻ മതി എനിക്ക് മരുമകനായിട്ട്. അതങ്ങനെ അമ്മയുടെ ക്ഷമാശീലമൊക്കെ ഞാൻ ആലോചിക്കുക. ക്ഷമാശീലത്തിന്റെ അല്ല, നോക്കിയപ്പോ കാര്യം നമ്മൾ നടത്തി കൊടുത്തു. പിന്നെ അവര് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ കൊള്ളാം. പിന്നെ അപ്പൊ ഇവർക്ക് PC വിഷ്ണുനാഥായിട്ട് ബന്ധമുണ്ട്, റിലേറ്റീവ്സ് ബന്ധുക്കളാ. അപ്പൊ മാവടി വിഷ്ണുട്ടൻ മാവടി തന്നെയാണല്ലോ. അപ്പം പറഞ്ഞു ഇവൻ അന്നേരം എന്റെ അമ്മാവൻ പറയും വിഷ്ണുവിനെ പണ്ട് കാണുന്ന സമയത്ത് അവൻ രാഷ്ട്രീയത്തിലൊക്കെ രക്ഷപ്പെടുമെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പല പ്രവചനങ്ങളും ചെറിയ രീതിയിൽ നടത്തുന്നിട്ട് ഭാവിയിൽ സക്സസ് ആവാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എടുത്ത് എന്റെ അമ്മാവൻ എടുത്ത് പറഞ്ഞു നിങ്ങളുടെ കണക്ക് പ്രവചനവും പ്ലാനിങ്ങും ഭാവി ക്രാന്തദർശിനെ ആർക്കും കാണത്തില്ലെന്ന്. തൊണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ ഞാൻ ഈ ലെവലിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബുദ്ധിയോടെ നിങ്ങളുടെ മകളെ എന്റെ തലയിൽ കെട്ടിവെച്ചല്ലെന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ വെച്ചാൽ അത്ര ദീർഘവീക്ഷണം ഉണ്ടായിരുന്നേ. ഞാൻ CC പോലും അടയ്ക്കാൻ ഗതിയില്ലാത്ത രക്ഷപ്പെടുമെന്നേ വിചാരിക്കാൻ പറ്റത്തില്ല. CC പോലും അടയ്ക്കാൻ ഗതിയില്ലാത്തൊരു ടിസ്റ്റർ ബൈക്കിലാണ് ഞാൻ ഇവരെ വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പൊ അവരുടെ മോള് മിനി കൂപ്പറിലും മോള് പോലും അല്ലേ നടക്കുന്നത്. അപ്പൊ അത്രയും എന്ത് വേണം. അപ്പൊ അത്രയും ഫ്ലാറ്റും അവളുടെ പേരിൽ മേടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേരിലാണ് വാങ്ങിച്ചത്. എന്താ വിശ്വാസമില്ലേ നമ്മൾ സ്വന്തം പേര് വാങ്ങിക്കാൻ? അല്ല, അത് അല്ലെങ്കിൽ എന്നെ അടിച്ചിറക്കുന്നു. എന്റെ പേരിലാണ്. ഇതിന്റെ ഇടയ്ക്ക് കയറി ഭാര്യയെ തല്ലുമെന്ന് പറഞ്ഞ എന്തോ ആ പ്രോഗ്രാമിൽ പറഞ്ഞ് കുറച്ച് പ്രശ്നമായില്ലേ? ഇല്ലേ, കുറച്ച് വിഷയമില്ലേ? അത് ഞാൻ അങ്ങനല്ല പറഞ്ഞത്. എങ്ങനെയായിരുന്നു കുടുംബം? ഞാൻ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മനുഷ്യർക്കിടയിലുള്ള അടുപ്പങ്ങളും സ്നേഹങ്ങളും അതിനകത്ത് കൊണ്ടാവുന്ന കൊച്ചു കൊച്ചു വഴക്കുകളും എല്ലാ കുടുംബം, അതായത് ഈ വൺ സൈഡഡ് ഫെമിനിസ്റ്റുകളുടെ സംസാരം കുടുംബം എങ്ങനെ കലക്കാന്നുള്ളതാണ്. അവരുടെ ജീവിതമോ തകർന്നു, ഇനി ആരൊക്കെ സമാധാനത്തോടെ ജീവിക്കുന്നു അതൊക്കെ എങ്ങനെയൊക്കെ കലക്കാം, ഇതിനെക്കുറിച്ച് മാത്രമാണ്. അത് വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു ഗവേഷണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു മനുഷ്യർ തമ്മിൽ ആരൊക്കെ തമ്മിൽ സഹകരിച്ചാലും വഴക്കുകളും കുറുമ്പുകളും ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കും. എല്ലാ കുടുംബം ഇമ്പം ഉണ്ടാവുന്ന പറയുന്ന കുടുംബം അടിയും കൂടെ ഉണ്ടാവുന്ന കുടുംബം. അപ്പൊ ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും എൻ്റെ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാനും വൈഫോട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ, അതായത് അടിച്ചതൊന്നും അല്ല, ഇതൊരു ബഹളത്തിനിടയ്ക്ക് ഇവിടെ വന്നു വരെ. പക്ഷേ മറ്റേയാൾ കേൾക്കുമ്പോൾ, അതായത് ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ കഴിയുന്നത്, നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണല്ലോ. പണ്ട് അങ്ങനെ അടി നടന്നാലും ഞങ്ങൾ ഇന്നും വളരെ അല്ലാതെ ഇവിടെ നമ്മൾ ടോക്സിക് ഹസ്ബൻഡ് എന്നെ കുറിച്ച് അങ്ങനെ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്തോ എന്നെ അവതരിപ്പിച്ചതിനെ മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രോഗ്രാമിൽ. ഇത് എന്നെ ഇവിടുത്തെ വിമൻസ് എംപവർമെന്റ് പരിപാടിക്ക് വിളിച്ചിട്ട് സെന്റ് തെരേസസ് കോളേജ് നടക്കുന്ന പ്രോഗ്രാമിൽ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു അഖിലിനെ തന്നെ ഞങ്ങൾ വിളിക്കും. വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിനെ വിളിച്ചു, എന്നെ വിളിച്ചു. ഞാൻ ചിരിച്ചു. ഞാൻ പറയാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ ഞാൻ ബിഗ് ബോസിൽ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കും, ഒരേപോലെ ബഹുമാനിക്കും ഞാൻ ചെയ്യില്ല. എനിക്ക് അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാവുന്നതിനോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയെ കൊന്ന തനു സ്ത്രീയാ, ഈ കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാരെ കൊന്ന ജോളി സ്ത്രീയാ, ജയിലിൽ കിടക്കുന്ന എത്രയോ ക്രിമിനൽസുകളായിട്ട് സ്ത്രീകളുണ്ട്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും തുല്യ റെസ്പെക്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ തുല്യതയും സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കുന്നത് പ്രവർത്തിക്ക് ആണോ പെണ്ണോ നോക്കിയിട്ടല്ല, കയ്യിലിരിപ്പിനാണ് റെസ്പെക്ട് കൊടുക്കുന്നത്. അതിനാണെന്നും പെണ്ണെന്നും ജാതിയും മതമൊന്നും നോക്കത്തില്ല. അപ്പം വേണമെങ്കിൽ നമ്മളെ അങ്ങനെ എതിർക്കാം. നമ്മൾ ഒരുവനെ എതിർക്കുമ്പം വേണമെങ്കിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഹിന്ദു സവർണ ഫാസിസ്റ്റ് ഒരു മുസ്ലിമിനെ എതിർത്തു എന്ന് ഒരു മുസ്ലിം നാമധാരിയോട് ഞാൻ എതിർത്താൽ അങ്ങനെ വരുത്തി തീർക്കാം. പക്ഷെ എതിർത്തത് അവന്റെ കയ്യിലിരിപ്പിനെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ ജാതി വെച്ച് എതിർക്കാം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായോ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ? മനസ്സിലായതുകൊണ്ടാണല്ലോ വാരിക്ക് വരി വോട്ട് തന്നത്. ഓക്കെ, നമുക്ക് ആവശ്യം അധികം അല്ലേ? ഓക്കെ, നമ്മൾ ഇനി അപ്പൊ ചോദ്യത്തിലേക്ക് മടങ്ങി വരുന്നു. നമ്മൾ കാഡ്ബറി പൂട്ടി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ കാഡ്ബറി അഖിൽ മാരാർ താങ്കൾ പറഞ്ഞ ഉത്തരം യു ആർ റൈറ്റ്. ഓക്കെ, അപ്പൊ യു ഗോട്ട് 20,000 ഫ്ലാറ്റ് സ്വന്തമായിട്ട് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ കൂടെ 20,000 പറന്നു പോകാതെ അതും കൂടി ഇരിക്കട്ടെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 30,000 റുപ്പീസ്. മോണിറ്റർ പ്ലീസ്. താങ്കൾ ഞാനൊരു ദൃശ്യം കാണിച്ച സ്റ്റില്ലാണ്. പ്ലേ. ഏത് കെട്ടിടമാണ് ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ ഈ സ്റ്റാമ്പിൽ കാണാനാവുന്നത്? ഓപ്ഷൻ എ ഇന്ത്യൻ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി രാഷ്ട്രപതി ഭവൻ, ഓപ്ഷൻ ഡി അയോധ്യ രാമക്ഷേത്രം. ഡി അങ്ങ് ലോക്കിയാൻ പറഞ്ഞിരിക്കും. കുറച്ച് കടുക്കും. ഇപ്പൊ ഇതാ വൈറല് ഇന്ത്യൻ പാർലമെന്റ്. ഉറപ്പാണോ? ഞാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ പോയോ? പുതിയ കെട്ടിടത്തിലല്ല, പഴയ കെട്ടിടത്തിലാണ്. ഓ, അപ്പം എന്തായാലും ഞാൻ ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ ഇന്ത്യൻ പാർലമെന്റ് ആണോ അയോധ്യ രാമക്ഷേത്രമാണോ എന്ന് നമുക്ക് ലോക്ക് ചെയ്തിട്ട് അറിയാം. ഓപ്ഷൻ എ ഇന്ത്യൻ പാർലമെന്റ്. ഹരി, ഈ ഉത്തരം ശരിയാണോ? അവന് ഞാനിവിടെ പോയത്. അതായിരിക്കുന്ന നല്ല ഉത്തമ ഭാര്യ. ഇങ്ങനെ എല്ലാം കൈവച്ചോളൂ, താഴ്ത്തണ്ട കേട്ടോ.
കേട്ടോ, പറ്റിയ ഭാര്യ തന്നെ. നമ്മുടെ MP കൊടിക്കുന്നിൽ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അവിടെ പോയി അന്ന് ആ പാർട്ടിയിലായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. സ്നേഹക്കുറവൊന്നും അദ്ദേഹമായിട്ടൊന്നും നല്ല സ്നേഹം ഇന്ന് രാവിലെയും വിളിച്ചു. എന്തോ ഇന്നൊന്നും വിളിച്ച് അങ്ങനെ ശല്യപ്പെടുത്തുന്നു? അല്ല, ഞാൻ പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഓപ്ഷൻ എ ഇന്ത്യൻ പാർലമെന്റ്. താങ്കൾ ഭർത്താവിന് വേണ്ടി കൈയടിക്കാൻ നിന്ന് കൈയടിച്ചോളൂ. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ആണ് ശരി ഉത്തരം. ഇപ്പൊ എത്ര രൂപയായി കയ്യിൽ? 30,000 രൂപയായി. ആ, ഭാര്യയുടെ ആദ്യത്തെ പ്രണയത്തെ കുറിച്ച് പറയേണ്ട സാഹചര്യം എന്തായിരുന്നു? അല്ല, ഞാനത് വിവാഹത്തിന് മുന്നേ പറഞ്ഞു. ഇവരുടെ വീട്ടുകാരുടെ സർവ്വ തോന്നിയാസം ഇവർക്കറിയാം. എല്ലാം പറഞ്ഞു. ഞാൻ ഒരിക്കലും ജോലിക്ക് പോകത്തില്ല. ഞാൻ ഒരു സെക്കൻഡ്. ചേച്ചി എല്ലാ കാര്യവും അറിയായിരുന്നു? അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയോടാണോ എല്ലാം പറഞ്ഞത്? കള്ളത്തരം പറയുന്നോട് ഇവിടെ വന്നിരുന്നു. അമ്മയോട് പറഞ്ഞിട്ടില്ലയോ എന്നോട് പറഞ്ഞേ? വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞതാ. ആണോ? അപ്പൊ നിനക്ക് അപ്പൊ എന്താ തോന്നിയത്? ഒരു ബഹുമാനം തോന്നിയോ? ചവിട്ടി പുറത്താക്കാൻ തോന്നിയോ? സത്യമേ പറയാ ഇവിടെ. ഇല്ല, അങ്ങനൊന്നുമില്ല. ഇല്ല, ബഹുമാനമൊന്നും ഇല്ല. ഈ ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യം വരാൻ കാര്യം എന്താ? അത് പുള്ളിയുടെ നേച്ചർ കണ്ടിട്ട്. ഇത് ഈ ഒരു തരം ഒരു അനാർക്കിസം ഉണ്ട് അല്ലേ? അതാണോ? ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും കണ്ടിട്ടില്ലേ? ഈ ലോകത്തെ കാണത്തില്ല. ഇതുപോലൊരു കേസാണോ ഇത്? ഓക്കെ, അപ്പൊ മനസ്സിലായോ? അതുപോലൊരു കേസാണ്. ഓക്കെ, ഈ മറ്റേ ആദ്യത്തെ പ്രണയത്തിന്റെ ഡീറ്റെയിൽസ്. അല്ല, അത് കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രണയം. അതെന്താ? അത് ജസ്റ്റ് കോഴ്സിന്റെ ഡ്യൂറേഷൻ പ്രണയിച്ചാണോ അതോ? അല്ല, ഞാൻ കെട്ടാൻ വേണ്ടി പ്രണയിച്ചാണോ? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ തമാശക്ക് പറയും. അഖില് സീരിയസ് ആയിരുന്നു, ആ പെൺകുട്ടി ബുദ്ധിയുള്ളവളായിരുന്നു. അല്ല, അങ്ങനെയല്ല. ഇത് ആക്ച്വലി ജാതീയമായിട്ടുള്ള വലിയൊരു വ്യത്യാസം രണ്ട് ജാതിക്കാർ വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് കുറച്ചൊരു മാനസിക ബുദ്ധിമുട്ടുള്ള ഭാവിയിൽ വന്നേക്കാമോ എന്നൊരു ഭയം ഒരു ഭാഗത്ത് അതിനുണ്ടായിരുന്നു. അഖിലിന് ആ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആരെ മൈൻഡ് ചെയ്യാം. എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ആ പ്രായത്തിൽ ഞാൻ വിളിച്ചോണ്ട് വീട്ടിൽ അച്ഛനമ്മയും കാണിച്ച് ഞാൻ ഇതാണ് ഞാൻ കെട്ടാൻ വന്നത് പെട്ടെന്ന് പറഞ്ഞു. 20 വയസ്സുള്ള അവരെന്താ പറയാൻ? എന്റെ സ്വഭാവം അവർക്ക് അറിയാം. ഞാൻ ജോലി മേടിക്കുക, കാശുണ്ടാക്കുക. അപ്പൊ വെറുതെ കെട്ടാന്ന് വായ്ത്തലാടി ചേർന്നിട്ട് കാര്യമില്ലല്ലോ. ജോലിക്ക് പോകണം, കാശുണ്ടാക്കണം. നീ 8 8 അച്ഛനും അത്രയുള്ള ആറ്റിലൂടെ, അമ്മയ്ക്കും അത്രയുള്ള ആറ്റിലൂടും. അപ്പൊ അങ്ങനെ ഈ വളരെ പോസിറ്റീവായിട്ട് ജോലി മേടിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പോകുന്ന സമയത്ത് കാഴ്ചപ്പാടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു 5 വർഷത്തിനപ്പുറം എന്ത് സംഭവിക്കും എന്ന് വളരെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് പലതും ചെയ്യുന്നത്. ഇന്ന് എന്നെ പരിഹസിക്കുന്ന 5 വർഷം കഴിഞ്ഞാൽ കൈയടിക്കുമെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് പ്രവൃത്തി. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് തോന്നി വിവാഹം കഴിച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിവോഴ്സ് ആവേണ്ടി വരും. അപ്പം ഞാൻ ഇവളെ വിവാഹം കഴിയത് ഈ സമയത്ത് ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലക്ഷ്മിയുടെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ജോലിക്കും പോകത്തില്ല. കാരണം ജോലിക്ക് പോയാൽ ഞാൻ സംതൃപ്തനാവില്ല. ഇനി ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് പോയാൽ ആദ്യത്തെ 1 വർഷം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും, ഞാൻ ആ ജോലി ചെയ്യും. 1 വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്ക് തോന്നും എൻ്റെ ഒപ്പം ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ താ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരുത്തൻ താ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ പോകുന്നു. അയ്യോ, ഞാൻ അന്ന് പാർട്ടിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്തിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമയിൽ കണ്ടിന്യൂ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകില്ലായിരുന്നു. അപ്പം എൻ്റെ ജീവിതം തകർത്തത് ഈ കല്യാണമല്ലേ, ഇവളല്ലേ എന്ന ചിന്ത എന്നിലേക്ക് വരികയും ഞാൻ നിങ്ങളുടെ മകളെ 2ാം വർഷം തൊട്ട് വെറുക്കാൻ തുടങ്ങും. 3ാം വർഷം ഡൈവോഴ്സ് ആവും. അപ്പം ഞാൻ ജോലിക്ക് പോകണോ വേണ്ടയോ? ഇതാണ് ഒറ്റ ചോദ്യം. ഇത് കല്യാണത്തിന് മുമ്പേ ചോദിച്ചതാ. ഇതാ കിട്ടിയ മറുപടി. അവർക്കൊരു വിഷയമില്ല. എൻ്റെ അടുത്ത് LLB-ക്കൊക്കെ പോകാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് LLB-ക്കൊക്കെ ഒന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ തന്നെ വിട്ടു. കാരണം നമുക്കിപ്പോൾ 26 ആ സമയത്ത് 26 വയസ്സൊക്കെ ഉണ്ടാണ്ട് പഠിത്തമൊന്നും നടക്കത്തില്ല. ഞാൻ പറയാൻ കുറേ ഉണ്ട് സാറേ. അപ്പം പക്ഷേ ഇതുപോലെ തന്നെ അന്നും ഈ പ്രണയ സമയത്തും ഞാൻ ചിന്തിച്ചത് കുറേ കാലം കഴിഞ്ഞാൽ അല്ലാതെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അപ്പുറത്തൊരാൾ എങ്ങനെ എൻ്റെ അത്രയും ബോധം, ഞാൻ ഇത്ര തമാശ കളിച്ചാലും കുട്ടിക്കളി കളിച്ചാലും ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എൻ്റെ ഉള്ളിലുണ്ട്. സീരിയസ് ആയ ഒരാളുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാളുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ ഇല്ല, അവിടെ അങ്ങനെ സീരിയസ്നെസ് ഇല്ല. അവിടെ ഫുള്ള് അലമ്പാ, അവിടെ തറയാ. താങ്കൾ അപ്പൊ അതിനെ എങ്ങനെ നേരിടും? തറ തുറന്ന് താഴ്ത്തു പോകും? ഇങ്ങനെ ഒരു മനുഷ്യനോട് എങ്ങനെ ജീവിക്കും? അപ്പൊ വലിയ പാടാവുമല്ലോ. ഇതുകൊണ്ടാ ജീവിക്കുന്നത്. താങ്കൾക്ക് അനാർക്കിസം ഉണ്ടോ? പിന്നെ അവൾ എന്നെ കാട്ടി അങ്ങോട്ടൊന്നും കൊടുക്കുക. ഇങ്ങോട്ടൊന്നുമില്ല. ഇല്ലല്ലേ? ബാക്ക് കണ്ടാൽ അറിയാം. അല്ല, ഇന്നലെ എന്നെ കടിച്ച് ലവ് ആയിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഷൂട്ടുണ്ടെന്ന്. അത് ആരോ ആൾക്കാർ കണ്ടോട്ടെന്ന്. ആ പാവം പിടിച്ച അടിയും തൊഴിയും എല്ലാം അവിടെ കാര്യമായിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് അഖിൽ മാരാറ് ഭാര്യയെ തല്ലിയെന്നാ പറഞ്ഞെങ്കിലും അത് മൊത്തം സത്യമായിരുന്നില്ല. മുക്കാലിടി ഞാൻ കൊണ്ട് കാലിടി അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടരാമല്ലേ? റെഡി. പുള്ളിക്ക് ഹാപ്പി ആയി കേട്ടോ പൈസ. അപ്പൊ എങ്ങനെ പിരിഞ്ഞു ആദ്യത്തെ പ്രണയം? ലോകമായിട്ട് അങ്ങനെ ഞാൻ സംസാരിച്ചപ്പം അത് പക്ഷേ ആ സമയത്ത് അത് പൂർണ്ണമായിട്ടും അങ്ങനെ നമ്മളിപ്പോ വളരെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടൊന്നുമല്ലോ പ്രണയ സമയത്ത് സംസാരിക്കേണ്ടത്. പ്രണയം എന്നും അന്ധതയുള്ള നിറഞ്ഞതാണ്. എന്ത് വിവരക്കേടും കാണിച്ച് ഈ രണ്ടുപേരും തമ്മിൽ ഈ രണ്ടുപേരുടെയാണ് ലോകമെന്ന് ചിന്തിച്ച് ബാക്കിയുള്ളതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട് പിള്ളേർ പോകുന്നത്. ഇവരാരും ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്തോണ്ടാ. അതുകൊണ്ടല്ലേ ഇനി സാറ് എഴുതി വെച്ചോ, ഭാവിയിൽ ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ പോകുന്നത് കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ലുലുമാളിലൊക്കെ പോകുമ്പോഴേ ഏതെങ്കിലും ഫാമിലി പോകുന്നുണ്ട്, ഒരു കുടുംബം പോകുന്നത് ഒരു സെൽഫി എടുത്തേക്കാന്ന് പറയും. കാരണം ഇനി ഇതൊക്കെ എത്ര കാണുന്നു തമ്പുരാൻ അറിയാം. കാരണം ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി എന്തൊക്കെയോ കാട്ടി. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടില്ല, അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത് കുട്ടികൾ ഇറങ്ങി. നിങ്ങൾ പ്രേമിച്ചോ, നിങ്ങൾ സ്നേഹിച്ചോ, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, പക്ഷേ
ദൂരക്കാഴ്ചകൾ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആ ഇനി 40,000 രൂപയുടെ ചോദ്യം, 40,000. ആയി. ക്വസ്റ്റ്യൻ പ്ലീസ്. ടുബാക്കോ ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003 പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് പിടികൂടിയാൽ എത്ര രൂപ വരെയാണ് പിഴയായി നൽകേണ്ടത്? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 500. എന്നാ പോലീസുകാർ പോയപ്പോഴത്തേക്ക് വലിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് കണ്ടാൽ പരമാവധി കൊടുക്കുന്ന ശിക്ഷ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. തെറ്റിയാൽ 3000 രൂപ. തെറ്റിയാ 3000 കിട്ടും. അപ്പൊ പിന്നെ തെറ്റിക്കുന്നല്ലേ? ആ, തെറ്റിയ 3000, ആ കൂടെ 3000 കിട്ടും. അടിക്കുന്ന 3000 കൂടെ കിട്ടും. 200. എന്റെ അഖിൽ മാരാർ ആ 200 ബ്ലോക്ക് ചെയ്തു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നാലോചിക്കാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ 40,000. വരൂ 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 മകനെ വരൂ. സാറ് വളരെ കരുണയുള്ളവനാണ്. അങ്ങോട്ട് നോക്കൂ, ഒന്ന് ഫ്രീസ് ആയിക്കോളൂ. ഓക്കെ, റെഡി. അപ്പൊ അവിടെ ഒതുക്കി വെക്കൂ. അഖിൽ, മത്സരം തുടരുന്നു. 500,000 രൂപയുടെ ചോദ്യമാണ്. ബി സീരിയസ്. പൈസ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിടിച്ചോളൂ. കുട്ടേട്ടൻ നമ്മളെ പൊക്കാൻ പോവാ. കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ അഖിലെ, ഇനിയിപ്പോ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പാർട്ടി ചേരാൻ സാധ്യതയുണ്ടോ? ചേരാൻ സാധ്യതയില്ല സാറേ. പക്ഷെ രാഷ്ട്രീയം എന്നിലേക്ക് വന്ന് ചേരാനുള്ള രാഷ്ട്രീയം എന്നിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി എന്നൊന്നും ഞാൻ പറയത്തില്ല. മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അഖിൽ ജീവിതത്തിൽ നടപ്പിലാക്കിയത്. നാട്ടിൽ പണ്ടൊരു ജ്യൂസ് നടത്തിയിരുന്നു, കോട്ടത്തിലായിരുന്നു അത്, അല്ലേ? മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സിനിമയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നാട്ടിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിലച്ചെന്ന് കേട്ടു. ഒരു സ്കൂളിലെങ്ങാണ്ട് ഒരു ഉദ്ഘാടനത്തിന് പോയില്ലേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്? ഇത് ആരോടാ പറഞ്ഞു വരുത്തിയത് അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന്? അല്ല, അത് ഞാൻ ട്യൂട്ടറി പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നതായിരുന്നു. ഞാൻ 18ാമത്തെ വയസ്സോട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏത്, ഈ കോട്ടാത്തലയോ? അല്ല, പല കൊട്ടാരക്കരയിലും പുത്തൂരും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പലയിടത്തും സ്പെഷ്യൽ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ, അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, ജോലിയൊക്കെ കളഞ്ഞ ആ സമയം, ജോലി കളയുന്ന സമയം കളഞ്ഞിട്ടില്ല, അപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ഇതൊക്കെ പിള്ളേരെ മുമ്പിൽ തള്ളിയൊക്കെ. അന്നേ തള്ളലുണ്ട്. തള്ളയൊന്നുമില്ല. അത് സാറിന് അത്ര ആരുണ്ട്? അല്ല, എന്നെക്കാളും തള്ളുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടപ്പോഴേ എനിക്കൊരു ബഹുമാനം തോന്നി. സത്യം. ഒരു നാട്ടുകാരായതുകൊണ്ടാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. എന്തായാലും കൊട്ടാരക്കാരി ആ പോട്ടെ, അവളെ അടിച്ചു തീരണ്ട. ഓക്കെ, എന്നിട്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് പിള്ളേരുടെ. അപ്പൊ അതിലൊരു പയ്യൻ പോയിട്ട് ഒരു സ്കൂളിൽ പോയിട്ട് പറഞ്ഞു, അവരുടെ ഫംഗ്ഷന് ഞാൻ അഖിലണ്ണൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. പക്ഷെ സിനിമ കണ്ടിട്ടുണ്ടോ? ഷൂട്ട് കണ്ടിട്ടുണ്ടോ? അന്ന് ഞാൻ പക്ഷെ ലൊക്കേഷനിലൊക്കെ പോകുന്നുണ്ട്. ചാൻസ് ചോദിച്ചു. ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ? അഭിനയമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ലല്ല, സംവിധാനം തന്നെ. എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സംവിധായകൻ, എഴുത്തുകാരനായിട്ട് തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹം. അല്ല, ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഈ ചെറുക്കൻ കയറി എന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ പോയി സ്കൂളിൽ ഉദ്ഘാടനമൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്ത് ജ്യൂസ് കടത്തുന്നത്. ആൽക്കമിസ്റ്റ് എന്നാ ജ്യൂസ് കട. അത് പൗലോ കൊയ്ലോയുടെ പുസ്തകം വായിച്ചിട്ട് ഈ ആ സമയത്ത് ജീവിക്കാൻ വേറെ ആര് ചുറ്റിനും കണ്ടാലും കളിയാക്കലും പരിഹാസമല്ലേ ഉള്ളൂ. അല്ല, ചെറുത്. ഞാൻ ആദ്യം വിചാരിച്ച റോഡ് സൈഡിൽ നിന്ന് ഈ ബത്തക്ക വിൽക്കുന്ന കച്ചവടം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല. ഞാൻ വിചാരിച്ച് ചൂടുകാലം ആകുമ്പോഴത്തേക്ക് തണ്ണിമത്തം കട്ട് ചെയ്ത് തൊട്ട് ആൾക്കാർക്ക് കൊടുക്കാം. അങ്ങനെ അതാണ് ലോക്കൽ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ഒരു ഗതിയും പറയുന്നില്ലാത്ത എനിക്ക് വന്ന് 2-3 അസിസ്റ്റന്റുകളുണ്ട്. അപ്പൊ ഇവന്മാർക്ക് കൂടെ എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ആവട്ടല്ലോ എന്ന് കരുതി നേരത്തെ ജോലി ചെയ്ത സമയത്ത് കൊടുത്തിരുന്ന LIC ഒക്കെ പിടിച്ചിട്ട് ഇച്ചിരിയും കൂടെ ഒരു കടയൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആൽക്കമിസ്റ്റ് എന്ന പേരിട്ടത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ എടുത്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന കഥയാണല്ലോ ആൽക്കമിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ആ പേരൊക്കെ അങ്ങനെ ഇട്ടു. ജ്യൂസ് കടയൊക്കെ ഇട്ടു. ഈ സ്കൂളിൽ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് ഉദ്ഘാടനം ചെയ്തു. പോയി നന്നായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ചെന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് അത്ര വർക്കായില്ല. കാര്യം എനിക്ക് 21 വയസ്സല്ലേ ഉള്ളൂ. ഇവര് വിചാരിച്ച് അന്ന് ഈ സഹസംവിധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാ മോനെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന ഇങ്ങനെ ബുൾഗാനൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഈ മുടിയൊക്കെ വളർത്തി ഇപ്പം കൊച്ചു പെൺപിള്ളേരൊക്കെ ഉള്ളടത്ത് വന്ന് സ്റ്റൈലിഷൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾക്കൊന്നും ആദ്യം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവനാണോ ഇവനെ വർക്കല്ല പക്ഷെ സംസാരിച്ച് കേട്ടപ്പോൾ ഓക്കെ കൊള്ളാം, പയ്യൻ കൊള്ളാം, നല്ല കാര്യമൊക്കെ പറഞ്ഞു പോരുന്നു. 4-ാമത്തെ 5-ാമത്തെ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുണ്ട് ഒരു ബസ് വന്ന് എന്റെ ഫ്രണ്ടിൽ. ഈ സ്കൂൾ ബസ്സാ. താഴെ നിർത്തേണ്ട ബസ്സാ ഇത്. താഴെ എവിടെയോ നിർത്തേണ്ടതാ. ഏതാണ്ട് ചെറുക്കൻ അതിനകത്ത് പിടിക്കണോന്ന് പറഞ്ഞിട്ട് ഈ ബസ് കൊണ്ട് ഞങ്ങളെ കടയുടെ മൂലിക്കടെ സൈഡിൽ കൂടെ പിടിക്കാൻ പോകും. അവിടെ കൊണ്ടങ്ങ് നിർത്തി. അപ്പൊ ഈ ഞാൻ ജ്യൂസ് അടിക്കുന്നു, പിള്ളേർ. അപ്പൊ ഈ കൊച്ചു പിള്ളേരെ സംബന്ധിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ സിനിമാക്കാരെന്നൊക്കെ പറഞ്ഞ ബെൻസുകാരി നടക്കുന്ന വലിയ ആളാ. ജ്യൂസ് അടിക്കുന്നവനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല, കടയും പൂട്ടി. അതെ, ഇതൊരു പനി വന്നു, ഒരു ഡെങ്കിപ്പനി അടിച്ചു. അങ്ങനെ കുറച്ചാലേ ജ്യൂസ് കടയൊക്കെ ഉണ്ടായിരുന്നു. ഏതെല്ലാം പൊട്ടിയിട്ടുണ്ട്, അഭിമാനപൂർവ്വം. എല്ലാം കൂടെ ഈ വെറൈറ്റി ഐറ്റംസിൽ വേറെ ഏത് കട നടത്തി?
പിന്നെന്ന് വെച്ചാൽ ഞാൻ ഈ മാങ്ങ കച്ചവടം അതെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നമ്മൾ ഈ തെങ്കാശിയിലും വല്ലത്തൊക്കെ സാധനം അറിയാലോ, ഒരുപാട് മാമ്പഴ മാർക്കറ്റുകൾ തോട്ടങ്ങളുണ്ട്. അപ്പൊ എപ്പം കറങ്ങാൻ പോയാലും നേരെ കാരണത്ത് മാങ്ങകൾ ഒരു 10-200-300 കിലോ മാങ്ങ പറക്കിയിടുക. ആ കറങ്ങാൻ പോകുന്ന എന്റെ പൈസ കിട്ടണമല്ലോ. നേരെ റോട്ടി വന്നിരുന്നുണ്ട് കിലോ 10 വാ. അപ്പൊ ആ നാട്ടുകാർക്കില്ലാവോ കിലോ 10 കിലോ 10 എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഉച്ചത്തിലൊക്കെ അപ്പുറം കേൾക്കുമത്. ഞാൻ ഇങ്ങനെ വിളിക്കും, ഞാൻ വിളിക്കും എന്റെ കച്ചവടം വേറെ സ്റ്റൈലാ. ഈ എന്നെ ഞാനിങ്ങനെ വളരെ കാഷ്വലി സംസാരിക്കൊണ്ട് ഇപ്പം ഞാൻ ചൂടായാലും ചില ആൾക്കാർ കാര്യം വെക്കത്തില്ല. കാര്യം ഞാൻ ആ സരസമായിട്ട് ചിലപ്പോൾ തന്തയ്ക്ക് വിളിച്ചോളാം ഞാൻ അങ്ങനൊക്കെ ഒരു. അപ്പൊ ഞാൻ റോട്ടിൽ തന്നെ വിളി, ഞാൻ ഇവിടെ ഇതാ ഒരു മാങ്ങ കൊണ്ടെടുത്ത് കഴിക്കാട്ട്. അവരുടെ അല്ല വേണ്ടെങ്കിലേ ചുമ്മാ കണവണ പറയാതെ നീ ഒരു പീസം കൊണ്ടെടുത്ത് കഴിക്കടേ കൊണ്ട് പോയി എടുത്ത് കഴിക്കുക. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ എന്നാ ഇയാള് അങ്ങോട്ട് മേടിച്ചോണ്ടു, 2 കിലോ കൊണ്ട് മേടിച്ചോണ്ടു. അല്ല വേണ്ട, ഞാൻ പിന്നെ എന്തോ ഉണ്ടാക്കാൻ എടുത്ത് വെച്ച് കഴിച്ചത് ഇങ്ങോട്ട് മേടിച്ചോണ്ട് പോയിട്ട് നീ വല്ല കാര്യം അവനെ മേടിച്ചോണ്ട് പോകും. സംഭവം നമ്മളന്ന് 100 രൂപയ്ക്ക് 2 കിലോ മാങ്ങ കിട്ടുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് 3 കിലോ മാങ്ങ കൊടുക്കും. കാരണം എനിക്ക് ലാഭമോ, എനിക്ക് ഇതിനകത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്യാനല്ലോ, നമുക്ക് എന്തായാലും കിട്ടിയാൽ മതി. അങ്ങനെ ഈ ഒരുവിധം എല്ലാ പരിപാടിയും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഓർത്തെടുത്താൽ എനിക്ക് ചെയ്യാത്ത എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് ചിലപ്പോൾ പറയാനായിരിക്കും. അതൊക്കെയാണ്. ഇപ്പോൾ ബാക്കി റിയൽ എസ്റ്റേറ്റ്, വസ്തു കച്ചവടം, വണ്ടി കച്ചവടം, വസ്തു കച്ചവടമൊക്കെ ഉണ്ട്. വസ്തു കച്ചവടമൊക്കെ ഉണ്ടായിട്ടാണ് സാറേ ചിലപ്പോൾ സാറിൻ്റെ ചോദിച്ചില്ലേ പൈസയൊക്കെ എങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പരിപാടി അല്ലാതെ അല്ലറ ചില്ലറ ദുബായിലും മറ്റുമൊക്കെ നടക്കുന്ന കുറെ ബന്ധങ്ങൾ ഈ ഇത്രയും വർഷം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ നല്ല ബന്ധങ്ങളാണ്. അപ്പം ആ വലിയ വലിയ ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് എന്നെ കൂടുതൽ മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഞാനും ഇപ്പം വലിയ വലിയ ആൾക്കാരുടെ അടുപ്പുണ്ടാകുമ്പം ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എളുപ്പമാണ്, അവനെ അടുപ്പിക്കരുത് എന്ന് പറയാം ഒരാൾക്ക് വിളിച്ചിട്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഏക്കത്തില്ല. കാരണം ഞാൻ എന്താണെന്ന് ക്ലിയറായിട്ട് ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യമായിട്ട് ഒരാളത്തേക്ക് ചെല്ലുമ്പോഴും അവർക്കും കൂടെ ബെനിഫിറ്റ് ആവണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദുബായൊക്കെ കേന്ദ്രീകരിച്ച് കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ, അഖിൽ മാരാർ 2 വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കോളൂ. പ്ലേ. മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയിലെ രാജൻ ബി ദേവിന്റെയും ആട്ടൂവിലെ മാമുക്കോയുടെയും കഥാപാത്രങ്ങളുടെ പേര് ഒന്നാണ്. എന്താണ് ആ പേര്? ബത്തേരി ബാപ്പു, ഇരിമ്പ് അബ്ദുള്ള, ഹൈഡ്രോസ്, വെള്ളാട്ട പോക്കർ. ഇരിമ്പ് അബ്ദുള്ള. പൂട്ടിയ കേട്ടോ. ഓപ്ഷൻ ബി ഇരിമ്പ് അബ്ദുള്ള. ഞാൻ പൂട്ടി തുറക്കുന്നു. ശരി ഉത്തരം. ഇങ്ങോട്ട് നിന്നൂടെ, ഞാൻ അവിടെ വയ്ക്കാം. ഓക്കെ, ഉത്തരം ശരിയാണ്. ചുമ്മാ അല്ല അന്ന് ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, എനിക്ക് മനസ്സിലായി. ആ ഒരു നല്ല നിമിഷം എങ്ങനെയാ ഓർത്തെടുക്കുന്നത്? അത് ഇറക്കി വിട്ടാന്ന് പറഞ്ഞാണോ? അല്ലല്ല, അതിന്റെ കയ്യിൽ പോണ കൊണ്ടാ. പക്ഷെ അത് ഈ പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ സാറേ, ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് വരുമ്പോഴത്തേക്ക് 1 വർഷം കഴിയും. കുറച്ച് ലേറ്റാ. അതെല്ലാം അങ്ങനെ തന്നെ. അപ്പം വീട്ടില് ലക്ഷ്മിയുടെ അച്ഛൻ ഒരു ചെറിയ മത്സ്യക്കുളം ഉണ്ടാക്കി. പുള്ളിക്കാരേത് മത്സ്യക്കുളം ഉണ്ടാക്കിയോ ഞാൻ നല്ല രീതിയിലൊക്കെ നടക്കട്ടെ. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ പിള്ളേർ മീനെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി ഒരു ഇച്ചിരി 2 ദോശയൊക്കെ ഇട്ട് കൊടുത്താൽ മീൻ മേളി വന്ന് കൊത്തി തിന്നുമല്ലോ. അങ്ങനെ 2 ദോശയൊക്കെ ഇട്ട് കൊടുത്ത് മീൻ വന്ന് കൊത്തി തിന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ഏതോ ഒരു മീൻ ചത്തുപോയി. അപ്പൊ ഇതിനു മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഇതൊക്കെ നടത്തുന്നെങ്കിൽ വെള്ളത്തിന്റെ pH മൂല്യമൊക്കെ നോക്കണം, അല്ലെങ്കിൽ ഇതൊന്നും കറക്റ്റ് ആവത്തില്ല, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൃഷിഭവൻ മെമ്പറും ഒക്കെയാണ്. അപ്പം 35 ഏത്തവാഴയും എല്ലാം ഞാൻ പറഞ്ഞത്. വീട്ടിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു സമയത്ത് പച്ചക്കറി മൊത്തം ഞാൻ ടെറസിന്റെ മണ്ടയ്ക്ക് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. അപ്പം കരിങ്കോഴി 120 കരിങ്കോഴി ഉണ്ടായിരുന്നു. കരിങ്കോഴി 120 ഉണ്ടായിരുന്നു. നാടൻ കോഴി, താറാവ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കോഴിക്കടയില്ല വീട്ടിൽ. കാരണം ഇവക്ക് ഭയങ്കര ബ്രോയിലർ കോഴി ഇവള് ഭയങ്കരമായിട്ട് കഴിക്കും. ആരോഗ്യമുള്ള കോഴിയെ കഴിക്കട്ടെ എന്ന് കരുതി ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഞാൻ കരിങ്കോഴി രാവിലെ തീറ്റിട്ട് പോകും, രാത്രിയാകുമ്പോഴത്തേക്ക് തട്ടും. അങ്ങനെ കോഴിയെണ്ണമൊക്കെ കുറഞ്ഞു. അങ്ങനെ ഈ കൃഷി നടത്തുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഒരാളെന്ന് ചോദിച്ച് പഠിക്കണമല്ലോ. ഇനി ലോകത്തുള്ള ആരെടുത്തെന്ന് ചോദിച്ച് പഠിച്ചാലും ഞാൻ പറയുന്നത് എത്ര ശരിയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അംഗീകരിക്കാത്ത 2 പേരാണ് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞതും അവരായിരിക്കും. അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആയാൽ പോലും അത് ജനങ്ങളുടെ വിവരക്കേടെന്ന് മാത്രമേ അവർ 2 പേരും വിശ്വസിക്കൂ. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ബിഗ് ബോസ് ജയിച്ചത് അയ്യോ കുറെ മണ്ടലെല്ലാവരും ചേർന്ന് വോട്ടിയതെന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം. അവിടെ നമ്മളെ അംഗീകരിക്കാനൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ലോ, സ്നേഹമൊക്കെ ഉണ്ട് പറഞ്ഞ ഇപ്പൊ എല്ലാം അംഗീകരിച്ചു. അന്ന് ഇത് പാടായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ കയറ്റിയെല്ലാം പറ്റത്തില്ലല്ലേ, അതായിരിക്കും പ്രശ്നം. അല്ല അതൊക്കെ പറയാനുള്ളത് എന്തൊക്കെയോ കൈയും കാലം കാണിച്ചത് ഒന്നും കാണിക്കില്ലല്ലോ. അവളതിനെക്കാട്ടും കൂടുതൽ പറയും. ഈ മീൻ ചത്തുപോയി. ഞാൻ നേരത്തെ 1-2 സൂചന കൊടുത്താ ഇന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നാ. മീൻ ചത്തുപോയപ്പോഴത്തേക്ക് വന്നിട്ട് പുള്ളി
പുള്ളി വളർത്തിയ മീനെ ഞാൻ വിഷം കൊടുത്ത് കൊന്നു ആരോണം ഉന്നയിച്ചു എന്ന രീതിയിലായി കാര്യങ്ങൾ അവസാനം. ഞാൻ ദോശ ഇട്ട് കൊടുത്തോണ്ടാന്നല്ലോ മീൻ ചത്തത്. ദോശ കഴിച്ചോണ്ടൊന്നും അല്ല, എന്തോ കാരണം കൊണ്ട് ഒരു മീൻ ചത്തു, ഒരു മീൻ 1-2 മീനാണ്ട് ചത്തത്. അങ്ങനെ അതങ്ങനെ അങ്ങ് സംസാരമായി കാട് കയറി ഇപ്പം ഞാനിരുന്ന് യൂട്യൂബ് എടുത്ത് ഈ മത്സ്യകൃഷിയുടെ കേരള ഫെഡിന്റെ എങ്ങാണ്ടൊരു ഡോക്യുമെന്ററി എടുത്ത് വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഒരു ഭാഗം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുചെന്ന പുള്ളി എടുത്തോണ്ട് പോ എന്റെ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതങ്ങോട്ട് ഇരുന്ന് കേൾക്കാൻ നീ പോടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ തോന്നി എടി നീ ഒന്ന് കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുക്ക്. ഇപ്പൊ ഇവളും നിങ്ങളെ പാട് നോക്കി പോയി. അപ്പൊ എന്റെ ദേഷ്യം എന്നറിയോ, ഇടാ എത്രയോ ശരിയായ ഒരു കാര്യവും പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെല്ലുന്നത്. അങ്ങനെ സംസാരമായി ബഹളമായി. അപ്പൊ എനിക്കിത് ഭയങ്കര ഇറിറ്റേഷനാണ്. പെട്ടെന്ന് ദേഷ്യം എനിക്ക് ഇക്കാര്യത്തിലേക്ക് വരും. കാര്യം നമ്മൾ നമ്മുടെ കൂടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് നല്ല കുളമാണെന്നുണ്ടെങ്കിൽ 4 മീനെ പിടിച്ച് വളർത്താൻ നമുക്ക് അടിച്ചുകൂടെ, അല്ല ഇതെല്ലാം കൂടെ ചത്തുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ബഹളമായി ആ വഴക്കങ്ങ് കൂടി ഞാൻ ഇവളുടെ അച്ഛനുമായിട്ട് വലിയ വഴക്കായി. എൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുള്ളൊക്കെ ബഹളമൊക്കെ ഇവളും പറഞ്ഞു ഇവിടെ എല്ലാം ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട് ഇൻ ദ ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡാറ്റർ, യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദ ടുഡേ. സാറിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തോണ്ടാ മനസ്സിലായി. ഇംഗ്ലീഷ് വളവ് തിരിഞ്ഞ് പോകുന്ന കണ്ടപ്പോഴേക്കും മനസ്സിലായി ഒരു തൊള്ളർക്ക് മനസ്സിലാവത്തില്ലത്. അപ്പൊ ഇവളുടെ കൂടെ വായുന്നത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യം പറഞ്ഞോ? അവളും പറഞ്ഞു ഇവിടെ ഇനി വീട്ടിൽ കയറണം. പട്ടി അഴിച്ചു വിട്ടോ? ഇല്ല, പട്ടി ഞാൻ മേടിച്ചോണ്ടുന്ന പട്ടിയാ 25,000 രൂപയ്ക്ക് സെന്റ്. അപ്പൊ അത് അഴിച്ചു വിടാൻ അതിനെ അഴിച്ചു വിട്ടാ അതിന്റെ കൂടെ ഇറങ്ങി വരും. അതിനെ ആര് നോക്കും? എനിക്ക് നോക്കാൻ പറ്റും. ഒരു 5-6 ഇതിന്റെ കൂടെ ഈ നമ്മുടെ പെട്ടി എടുത്ത് റോഡിലേക്ക് എറിഞ്ഞോ ഭാര്യ? ഇല്ല, എടുത്തെറിയാൻ പെട്ടിയൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ പിന്നെ പഴയ തുണികൾ ഞാൻ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ കാറിനകത്ത് കയറിയിരുന്നു. ആദ്യം ലവൻ അന്നേരം പുറത്താ, ഹരീഷ് പുള്ളി കപ്പല്ല ക്യാപ്റ്റനാ. അപ്പം അന്ന് ചീഫ് ഓഫീസറെ കണ്ട. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു. അപ്പൊ ഇവൻ ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ വോയിസ് ഒക്കെ അയച്ചു. അളിയാ ഏതാണ്ടൊക്കെ തീരുമാനമായി, വീട്ടിൽ നിന്ന് പുറത്തായി. വോയിസ് അയച്ചു. ഹരിയെ വിളിച്ചു. അപ്പൊ ഹരി പറഞ്ഞു എന്നാ നീ ഒരു കാര്യം എറണാകുളത്തേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇറക്കി വിടലിന്റെ ദുർദിനങ്ങളെ എങ്ങനെയാ ഓർമ്മിക്കുന്നത് ഭാര്യ? അന്ന് വൈകിട്ട് ഫോൺ വിളിച്ചെല്ലാം സെറ്റിലായി. വിളിച്ച് സർവ്വാപരാധവും പറഞ്ഞു, ഏറ്റു പറഞ്ഞോ? ഫ്ലാറ്റിന്റെ എഴുത്ത് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ ഫ്ലാറ്റിൽ കയറി പോയേക്കുന്നത്. ഉടനെ പറഞ്ഞോ? അത് ഗംഭീരമായി. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഇറക്കി വിടേണ്ടി വന്നാൽ നമ്മൾ വിടും അല്ലേ? ഞങ്ങൾ അങ്ങനെ ആണോ? ഞാൻ ഉടക്കി നിൽക്കും, ലോകിയാവും. ഉടക്ക നിങ്ങൾ 3-ാം നാൾ കയറി അങ്ങനെയൊക്കെ നാട്ടിൽ പറയുമല്ലോ. ഞങ്ങൾ തമ്മിൽ സമസപ്തമ യോഗമാണ്. ഈ ജാതക പ്രകാരം 2 ഭാര്യ ഭർത്താക്കന്മാർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല ജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് സമസപ്തമ യോഗം എന്നുണ്ടോ പറയും പോലും. അതാണോ നിങ്ങൾ തമ്മി? ഭയങ്കര സിങ്കാ. പക്ഷെ ഈ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫിലോസോഫിക്കലാ. ഓക്കെ, റെഡി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 60,000 മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവരിൽ ഏത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അടുത്തിടെ തന്റെ പേരിൽ ഒരു ഷൂ ബ്രാൻഡ് തുടങ്ങിയത്? ഓപ്ഷൻ എ ജിമ്മി കാർട്ടർ, ഓപ്ഷൻ ബി ബരാക് ഒബാമ, ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ്, ഓപ്ഷൻ ഡി ബിൽ ക്ലിന്റൺ. ഡൊണാൾഡ് ട്രംപ്. ഉറപ്പാണോ? കൂട്ടാമോ? ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ് ഞാൻ പൂട്ടിയിരിക്കുന്നു. ലക്ഷ്മി, ഇത് കറക്റ്റ് ആയിരിക്കുമോ? ഇങ്ങനെ ഇരിക്കോ പീച്ചടിക്കുന്നു? എന്റെ പൊന്ന്, പറ്റിയ ഭാര്യ തന്നെ എന്തായാലും കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കുമ്പോഴത്തേക്ക് അവിടെ ആവേശം എടുത്ത് താഴെ ചാടികളായിരുന്നു. കൈ അങ്ങനെ വെച്ച് ഇരിക്കട്ടെ. ഓക്കെ, ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ്. അഖിൽ മാരാർ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരിയാണ് സാർ, ഉത്തരം ശരിയാണ്. അഖിൽ 60,000 രൂപ കയ്യിലായി. കുട്ടേട്ടാ പറഞ്ഞോളൂ. അഖിൽ മാരാർ, താങ്കൾ മുൻപൊരിക്കൽ പൂനെയിൽ ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ താങ്കളുടെ ഒരു സ്നേഹിതനെ 6 മണിക്കൂറോളം ബാത്റൂമിൽ താങ്കൾ പൂട്ടിയിട്ടോ? ഞാന് മെഡിക്കൽ റിപ്പാർട്ട് കമ്പനിയിൽ ലോണാവാലല്ല ട്രെയിനിങ്, മഹാരാഷ്ട്ര. അപ്പം ഞങ്ങൾ ഇവിടുന്ന് സുഹൃത്തുക്കൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അപ്പം ഈ ബസ് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തുണ്ട്. അപ്പം അവന് ടോയ്ലറ്റ് ഇപ്പോൾ കൊളാകാൻ വയ്യ. അപ്പം ഞാൻ ഇവനോട് ഒരു റൂമിലാണ്. ഞാൻ നേരെ റൂമിൽ ചെന്ന് കയറി. ഇവൻ റൂമിൽ ഒറ്റ കുതുപ്പിന് കയറി ചാടി ടോയ്ലറ്റിലാണ് കയറുന്നത്. ഞാൻ റൂമിലോട്ട് വന്ന് വരുമ്പോഴത്തേക്ക് പുള്ളി ടോയ്ലറ്റും തുറന്നിട്ടിരുന്ന് കക്കൂതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞിടാ കഥ പടയടാ. അപ്പം പുള്ളി പറഞ്ഞു അളിയൻ അടയാളിയാ. ഞാൻ വെളിയിൽ നിന്ന് അത് ലോക്കാണ്. ഞാൻ വെളിയിൽ നിന്ന് ലോക്കിട്ടു. ലോക്കിട്ടിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. തൊട്ട് വെളിയിലത്തെ റൂമിൽ എൻ്റെ സുഹൃത്തുക്കൾ മറ്റുള്ളവരൊക്കെ മറ്റു റൂമിലുണ്ടല്ലോ, നടന്ന് അവരോട് കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പം എൻ്റെ സ്വഭാവം പറയും, സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും. ഞങ്ങളിങ്ങനെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു ഒരു 1.5-2 മണിക്കൂർ മറ്റവൻ്റെ റൂമിലിരുന്ന് കാര്യമെല്ലാം പറഞ്ഞപ്പോഴത്തേക്കുണ്ട് എൻ്റെ കാമുകി വിളിക്കുന്നു. അപ്പൊ ഈ സമയത്ത് അന്നത്തെ ആ സമയം ഒന്ന് ജോലിയുള്ള സമയം ഞാൻ പറഞ്ഞു കാമുകി. ഇത് തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 9 മണിയായി. പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് മണി 11 അപ്പം ഇവള് വിളിച്ചു. ഞാൻ ഇവളോട് സംസാരിച്ച് ഒരു 2 മണിക്കൂർ പോയി. രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ വന്ന് നോക്കി. സജിമോനെ കാണുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. ഇവനെ കക്കൂസിലിട്ട് പൂട്ടിയാലും ഞാൻ മറന്നു. നോക്കിയപ്പോൾ ഫോൺ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് മറ്റേമാർ റൂമിൽ ചെന്നു. ഞാൻ പറഞ്ഞാൽ ആദർശേട്ടാ എനിക്കടാ
സജിയെ കാണുന്നില്ല. ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങി കിടക്കും സജിയെ തിരക്കിയിട്ട്. അവസാനം ഈ ലോഡ്ജുകാരൻ ഹോട്ടലുകാരൻ പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്നിട്ട് ഹിന്ദിയും മറാഠിയും കൂടെ കലർത്തി ഇവന്മാർ എന്നെ ചോദ്യം ചെയ്യുന്നു. കാരണം ഇവർ എൻ്റെ റൂംമേറ്റ് ആവുന്നില്ല, ഞാൻ ഇവനെ കൊന്ന രീതിയിലായി. അങ്ങനെ കാര്യം പറഞ്ഞ് ഇവർ വിരട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു സൈൻ പോലെ ഓർമ്മ വന്നു. ഭഗവാനെ, ടോയ്ലറ്റ്. ഞാനിവിടുന്ന് കുതിച്ച് വന്ന് ഈ കഥവ് ഇങ്ങനെ അങ്ങോട്ട് ഒറ്റ തുറപ്പ് തുറന്നത്, ഇവൻ തുണി പോലും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവൻ വന്ന ഒരു ഒറ്റ അടി എന്റെ ഉളക്ക പോരാടി. എടാ മഹാഭാവി, നീ മരിച്ചു പോയെന്നാടാ ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇതെന്തോ സംഭവിച്ചു. എന്റെ അമ്മയെ ഇവൻ ഞാൻ ഇറങ്ങിപ്പോയല്ലോ. ആരൊന്ന് ആലോചിച്ച് നോക്കുന്നേ, ഒരുത്തൻ കക്കൂസ് ഇരുന്നിട്ട് എന്നെ കിടന്ന് വിളിക്കുവാ, തുറക്കളിയാന്ന്. കുറേ കഴിഞ്ഞിട്ട് ഞാൻ തുറക്കാതായപ്പോ അവൻ വിചാരിച്ചു എനിക്കെന്തോ അറ്റാക്കുമെന്ന്, ഞാൻ മരിച്ചെന്ന്. ഒന്നവൻ ആ ചിന്ത. അവൻ മരണപ്രാണം എടുത്ത് വിളിക്കുമല്ലോ, ആരും തുറക്കുന്നില്ല. പിന്നെ ഈ പാവപ്പെട്ടവൻ ടവല് തറയിൽ വിരിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ ഉറക്കത്തിന്റെ ഇടയിലെ ഈ വേളമെല്ലാം കൂടെ കേട്ട് വന്ന് കഥവ് തുറന്ന് ടവലും അവിടെ ഇട്ടിട്ട് പുള്ളി ടോയ്ലറ്റ് ഇരുന്ന കണ്ടീഷനിൽ എനിക്കിട്ട ഒരു സിംഗം കൂട്ടിന്ന് ചാടി വരുന്നതാണ് ഓരോ അടി. പക്ഷെ എനിക്ക് അടി കൊണ്ടപ്പോൾ ഇവന്റെ ഡയലോഗ് കിട്ടി ഞാൻ ചിരിച്ചു പോയി. മഹാഭാവി നീ മരിച്ചെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഓക്കെ, റെഡി. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കുള്ള ആദരവായ JC ഡാനിയൽ പുരസ്കാരം എത്ര വനിതകൾ നേടിയിട്ടുണ്ട്? ഓപ്ഷൻ എ ആരും നേടിയിട്ടില്ല, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3. ഞാൻ നാവ് തുറക്കത്തില്ല. അല്ല, ഇതെല്ലാം കൃത്യം അറിയാം. പക്ഷെ ഇതെന്താ കുഴപ്പം, കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ല, ഇത്ര പത്രം വായിക്കാറില്ല. അതാണേ. പിന്നെ ഇതിന്റെ ഈ സമയത്ത് അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആരും നേടിയിട്ടില്ല എന്നുള്ളതാണ് കറക്റ്റ്. ചേച്ചി ഇങ്ങനെ പിടിവള്ളിയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. JC ഡാനിയൽ പുരസ്കാരം അത് നമ്മുടെ ഫസ്റ്റ് റോസിക്ക്, PK റോസിക്ക് വല്ലതും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാനാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത്. എന്നെ തൂക്കിയെടുത്ത് കളയില്ലേ? ഇതൊക്കെ എന്റെ ടെക്നിക്കാ. ഞാൻ ഇങ്ങനെ വെറുതെ ചോദിക്കും, സാറാണെങ്കിൽ അറിയാതെ വായി തുറന്ന് പിടിച്ച് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ 2-1 രക്ഷപ്പെട്ട് ഞാൻ അതുകൊണ്ട് അല്ല, ഞാൻ അഖിൽ മാരാറിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നത്. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞല്ലോ. പിടിവള്ളി. ആരുടെ പിടിവള്ളി? ഇവിടെ വേണോ അവിടെ ആരുടെയെങ്കിലും പിടിവള്ളി? അല്ല, താങ്കൾക്ക് ഇഷ്ടമുള്ളത് കുട്ടേട്ടനെ കൊടുക്കാം. കുട്ടേട്ടാ ആയിരിക്കുന്ന 3 എനിക്ക് ജനറൽ നോളജിന്റെ കാര്യത്തിൽ വിശ്വാസമില്ല. അഖിൽ മാരാർ, എന്തോ ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമായിരിക്കും. A ആരും നേടിയിട്ടില്ല, C 2. ഇടയ്ക്ക് കൂടെ 2 കിട്ടിയോ? 2. ഓപ്ഷൻ സി പൂട്ടോ, ഞാൻ പൂട്ടോ. ഓപ്ഷൻ സി 2 ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക്ഡ്. ലക്ഷ്മിയുടെ ഫേസ് എങ്ങനെ? ശരിയാണ്. അല്ല, അവരെ എനിക്ക് വിശ്വാസമില്ല. ഇങ്ങനെ വെച്ച് ഓക്കെ. ഓപ്ഷൻ സി 2 കൈയടിച്ചോളൂ. ഉത്തരം ശരിയാണ്. 2005 ആറന്മുള പൊന്നമ്മയ്ക്ക് ലഭിച്ചു. 2018 ഷീലയ്ക്കും. അപ്പൊ 2 പേർക്ക് എങ്ങനെ ലഭിച്ചു JC ഡാനിയൽ പുരസ്കാരം? നമുക്ക് അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഉണ്ടായ ഗുണം 70,000 രൂപ കൈ കിട്ടി. ഇനി നമുക്ക് 80,000 രൂപയുടെ ചോദ്യം. 80,000. ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ അഖിൽ മാരാർ, ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഏത് നടന്റെ ആരാധകരുടെ പ്രതിഷേധം കാരണമാണ് നടികർ തിലകം എന്ന പേരിട്ട മലയാള സിനിമയ്ക്ക് ആ പേര് പിന്നീട് മാറ്റേണ്ടി വന്നത്? ഓപ്ഷൻ എ രജനീകാന്ത്, ഓപ്ഷൻ ബി വിജയകാന്ത്, ഓപ്ഷൻ സി MG രാമചന്ദ്രൻ, ഓപ്ഷൻ ഡി ശിവാജി ഗണേശൻ. കൂട്ടാം അല്ലേ? ഓപ്ഷൻ ഡി ശിവാജി ഗണേശൻ. താങ്കൾ പറഞ്ഞ ഉത്തരം യു ആർ കറക്റ്റ്. 80,000 പ്രഭു തന്നെ അവസാനം വന്ന് ആ സിനിമയുടെ എനിക്ക് നടികർ നായിട്ടെന്ന് തോന്നുന്നു അല്ലേ? നടികർ എന്ന പേര് മാറ്റി. അപ്പൊ 80,000 രൂപയുടെ നടികർ എന്ന് മാറ്റിയത് കൊണ്ട് 80,000 രൂപ നമുക്ക് അടച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് 40,000 ഉണ്ട്. 40,000 രൂപ കയ്യിലോട്ട് തരാം. സന്തോഷമായിട്ട് ജീവിക്കട്ടെ. റെഡി? ഇത് മണത്തൊക്കെ നോക്കിയായിരുന്നല്ലോ, ചൂട് നോട്ടാന്ന്. അല്ല, ഇത് ഡിജിറ്റലി പൈസയിൽ ഒരു താല്പര്യമില്ലെന്ന് നോക്കുമ്പോ. ഈ മാരാർ അതിന്റെ ഇടയ്ക്ക് എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞു. ഞാൻ നേരത്തെ പുസ്തകം എഴുതിയിരുന്നു. അവശേഷിപ്പുകളോ? അങ്ങനെ പുസ്തകം അവശേഷം അത് അല്ല, അത് ഒരു അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എന്തെങ്കിലും ചെയ്തെന്നോ അവശേഷിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എഴുതി പിടിച്ചു. അത് കഥയാണോ നോവലാണോ? അത് തിരക്കഥ രൂപത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു. അത് കാരണം ഞാൻ പഠിക്കാൻ വേണ്ടിയാണോ? തിരക്കഥ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലല്ല, ഒരു സിനിമയുടെ തിരക്കഥയെ തന്നെ കഥയും തിരക്കഥയും കൂടെ മിക്സ്ഡപ്പ് ആയിട്ട് എഴുതിയതായിരുന്നു. ഉമ്മൻചാണ്ടി സാർ അത് പ്രകാശനം ചെയ്തത്. ഉമ്മൻചാണ്ടി സാറാ പ്രകാശനം ചെയ്തത്. പക്ഷെ ഞാൻ പിന്നീട് പാഠപുസ്തകം ആക്കിയോ? ഇല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല ഞാൻ. അല്ല, ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ ഒക്കെ പ്രകാശനം ജയിച്ച് പണിയില് സർവകലാശാല ടെക്സ്റ്റ് വല്ലതുമായി മാറിയോന്നാ ഞാൻ ചോദിച്ചത്. ഭാവിയിൽ നമ്മൾ ചിലപ്പം അല്ലേ നമ്മളെ റിയൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ആഫ്റ്റർ ലീവിംഗ് ഫ്രം ഓൾ ദി യൂണിവേഴ്സിറ്റി.
നന്നായിരിക്കട്ടെ. അഖിൽ, നമുക്കിനി പോകേണ്ടത് അടുത്ത ഫ്ലോറിലേക്കാണ്. ആ അടുത്ത ലെവലാണ്. ഇവിടുന്ന് 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കുട്ടേട്ടാ, ഓക്കെ. ലെവൽ 3. അപ്പം അഖിലെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 100,000 rupees. യെസ്. മോണിറ്റർ പ്ലീസ്. തലപ്പത്ത് കളി, ഗുസ്തി എന്നിവയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് വിദ്യാധിരാജൻ എന്നും അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമി. കേട്ടോ? ആ ഓക്കെ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. അഖിൽ മാരാർ, ദിസ് ടൈം യു ആർ റോങ് എന്ന് പറയാൻ കഴിയില്ല. ഉത്തരം ശരിയാണ്. ഇതൊക്കെ എവിടെ ഈ തലയിൽ ഇരിക്കുന്ന ഞാൻ ആലോചിക്കുന്നു. ഇതൊക്കെ പണ്ട് വായിച്ച ഓർമ്മയുണ്ട്. ആണോ? ഇത് 80കളിലോ? അല്ലല്ല, കുറച്ചാലും PSC ഞാൻ ഇത് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ടാണ് ഒന്നും അപ്ഡേറ്റ്. PSC ഗൈഡ് കുറെ പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. ആണോ? ആകെ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമാണ്. അത് എന്നെ അറിയാമെന്ന് വിചാരിക്കും, ഞാൻ ഇവിടെ ഒന്നും തെറ്റിക്കുന്നല്ലോ എന്ന് വിചാരിക്കും. നമ്മൾ കുറെ പഠിപ്പിച്ചല്ലേ? ആ പഠിപ്പിച്ചവർക്ക് ജോലി കിട്ടിയോ? എന്റെ കൂടെ പഠിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ജോലി കിട്ടി. ആണോ? ഓക്കെ. ഞങ്ങളൊരു 8 സുഹൃത്തുക്കൾ ഒരുമിച്ചായിരുന്നു പണ്ട് PSC പരിപാടി. എനിക്ക് നമുക്ക് കിട്ടിയതാ. ഞങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. അന്ന് പലർക്കും പല ലക്ഷ്യങ്ങളാ. ശബരിമലയ്ക്ക് പോകുന്ന ആ യാത്രയിൽ ഓരോരുത്തരും, ഒരാൾ പട്ടാളക്കാരനാവണം, ഒരാൾ മാധ്യമപ്രവർത്തനം, ഇപ്പോഴും അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തനം. ആരാ പാർട്ടി? സാറിന് അറിയാം, അരുൺ ശങ്കർ എന്ന് പറഞ്ഞിട്ട് അവൻ പട്ടാളക്കുണ്ട്. അപ്പം മറ്റേ ബാക്കിയുള്ള, അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. അപ്പം ഈ ശബരിമല യാത്ര ഇരുമേലി കൂടെ കാട്ടിക്കൂടാണ് പോയത്. അത്രയും നമ്മൾ നടന്ന് തളർന്ന് ക്ഷീണിച്ചിട്ടാണ് പമ്പയെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിരിവെച്ച് കിടന്നുറങ്ങിയാൽ മതി എന്ന മനസ്സിൽ. അപ്പം കൂട്ടത്തിൽ ഒരുത്തൻ അവൻ്റെ ആഗ്രഹം പട്ടാളത്തിൽ പോനാ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇതൊരു ട്രെയിനിങ് പോലെ പുള്ളി എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടിക്കൂടെ ഈ ഞങ്ങളെല്ലാം കിടന്ന് വലയുന്ന സമയത്തും പുള്ളിക്കാരനെ ഓടിച്ചാടി വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ബാക്കി 7 പേരും വന്നില്ല, അട്ട ചുരുളുന്ന കണക്ക് പമ്പയെ ഒന്ന് വിരിവെച്ച് ചുരുണ്ടു. അപ്പോൾ ഇവൻ വരുവാ, അഖിലെടാ പാടാ എണീച്ചോടാ, പമ്പയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നമുക്ക് നീന്താം. നമ്മൾ നീ പോടാ, അത് വാങ്ങിട്ട് ഇതാ ഉഗ്രം ഫുള്ള് കഴുത്തപ്പം ഫുള്ള് വെള്ളം ഉണ്ടെന്ന്. അങ്ങനെ വെള്ളം എപ്പോഴും കാണുന്നില്ല, വന്ന് നമുക്ക് പോയി നീന്താന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വന്ന് ക്ഷീണിച്ച് കിടക്കില്ല, എന്നാൽ ഒന്ന് നീന്തിയാൽ ചിലപ്പോൾ എനർജിയൊക്കെ കിട്ടും. ഞാൻ കൂടുതലുള്ളതിനോട് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ കൂടെ ഒന്ന് പോയി നീന്തിയാലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും മറ്റേ പട്ടാളക്കാരൻ കക്ഷിയും കൂടെ ഇങ്ങനെ ഇരുട്ടുവാക്കി കൂടെ ഇങ്ങനെ സൂഴുമ്പോൾ പമ്പ കാണാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കൊണ്ട് കഴുത്തൊപ്പം വെള്ളം, ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇവൻ ഒരൊറ്റ ആവേശത്തിന് കയ്യും കാലും ഒക്കെ മേപ്പോട്ട് 4 കസരത്തും കാണിച്ച് ഒറ്റ ഓട്ടത്തിന് എടുത്ത് പമ്പയിലേക്ക് ഒരു ഒറ്റ ചാട്ടവും. ഈ കഴുത്തൊപ്പം വരുന്ന ആൾക്കാർ ചാടിയും കണിച്ച് ഇവരവിടെ മുട്ടായിരുന്നു തേവിക്കൊണ്ടിരുന്ന. മുട്ടൊപ്പം വെള്ളം ഉള്ളായിരുന്നു. ഇവര് താഴെ കാല് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ തേവിക്കൊണ്ടിരുന്ന സമയത്ത് ഇരുട്ടുവാക്കി നമ്മൾ കഴുത്തൊപ്പോട്ടാ കാണുന്നത്. ഈ കക്ഷി ഇങ്ങനെ എടുത്ത് ചാടി പോയി മണലേലും ഇതിനകത്തെല്ലാം ഒരഞ്ഞ് മുട്ടെല്ലാം പാടി വീണ് ഞങ്ങൾ ഇതും കണ്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം പുള്ളി പട്ടാളക്കാരനായി, ബാക്കിയുള്ളവരെല്ലാം ഇതുമായി. നമ്മുടെ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 200,000 rupees. ബി സീരിയസ്. ചോദ്യത്തിലേക്ക്. അപ്പൊ താങ്കളെ ഒരു സ്റ്റില് കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്കിക്കോളൂ. നാടകത്തിനായി സ്ത്രീവേഷം അണിഞ്ഞിരിക്കുന്ന ഈ പ്രശസ്ത വ്യക്തി, റൗണ്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ പ്രേം നസീർ, ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ സി KG ജോർജ്, ഓപ്ഷൻ ഡി P പത്മരാജൻ. അടൂർ ഗോപാലകൃഷ്ണൻ. അതോ? അത് അടൂർ ഗോപാലകൃഷ്ണൻ. ഞാൻ ലോക്ക് ചെയ്യും. ഞാൻ ലോക്ക് ചെയ്തു. എനിക്കെന്തോ പ്രശ്നം? 1 ലക്ഷം രൂപ. 1 ലക്ഷം അല്ല, ഇത് അയ്യോ, ഇത് ഇപ്പൊ ഇനി 10,000 രൂപ കിട്ടൂ. അത് മതി, ഉള്ള മതി. മതിയോ? അതുകൊണ്ട് തൃപ്തി അടയൂ. എനിക്ക് തോന്നുന്നില്ല. ചേച്ചിയുടെ കാര്യം, ലക്ഷ്മി ചേച്ചിയുടെ. ഞാൻ 1 ലക്ഷം രൂപ പിന്നെ കടം തരാം. എത്ര കണക്കൂട്ടി? ഇത് ഈ പൈസ ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ എന്തോ ഐഡിയ? ഫ്ലാറ്റിന്റെ അവിടെ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള പരിപാടി ഉണ്ടോ? അടുത്ത കാറായിരിക്കും. കാറോ? 1 ലക്ഷം രൂപയ്ക്കോ? ഓക്കെ, 1 ലക്ഷം രൂപയ്ക്ക് അവിടെ കാർ കിട്ടും. അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, സ്വർണ്ണം പണയം തരുമെന്ന്. ഓക്കെ, ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ. താങ്കൾ പറഞ്ഞ അടൂർ സാറ് വീട്ടിലെങ്ങാണ് ഇത് സന്ദർഭവശാൽ ഇത് കണ്ടാൽ എന്നോട് ക്ഷമിക്കുക, എനിക്കതേ പറയാനുള്ളൂ. ഓപ്ഷൻ ചാടിച്ചെത്തോളൂ. ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം തെറ്റാണെന്ന് പറയാനായിരിക്കും. ശരിയാ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി അടൂർ ഗോപാലകൃഷ്ണൻ പെൺവേഷം കെട്ടിയത് ഒന്നുകൂടെ കണ്ടോട്ടെ. പ്ലേ. എങ്ങനെയാണ് അടൂർ സാറാണ് എന്ന് മനസ്സിലായത്? അല്ല, അത് പുള്ളിയുടെ ഇപ്പോഴത്തെ മോശമായും അന്നത്തെ ചെറിയ സാമ്യമുണ്ട് അല്ലേ? ഞാനിതൊന്ന് കണക്ട് ചെയ്ത് നോക്കി. നാടകം അദ്ദേഹത്തിന് പണ്ടേ താല്പര്യം, കുട്ടിക്കാലം മുതലേ. ഓക്കെ, പൈസ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുവോ? കൂടുതലും ദുഃഖിപ്പിക്കുക. പിന്നെ സത്യം എനിക്ക് ഭയം ഉണ്ടാവുന്നു. പൈസ അതായത് അങ്ങനല്ല സാറേ, ഈ പൈസ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിച്ചോടാം. പിന്നീട് ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയതിലേക്ക് പോകാൻ എനിക്കൊരു പ്രശ്നമില്ല.
ഞാൻ എപ്പോഴും പറയും ഞാൻ മാരിയറ്റ് ഹോട്ടലിലും കിടന്നുറങ്ങും, ഇപ്പോഴും താണ്ട ഇവിടെ മുരുകങ്ങളുടെ വാതിക്കലും കിടക്കും. ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷേ എന്റെ കുടുംബവും മക്കളും നെറ്റ്വർക്ക് മോശമാവും. അല്ല അത് വിഷയമില്ല. നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞ ഭാര്യ കുട്ടികൾ ഇവർക്ക് ഇപ്പൊ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും സമ്പത്തും ആർഭാടങ്ങളും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടമാകുന്നു. ശ്മശാന മൂകത ഈ സംശയം പറയുന്നില്ല. അങ്ങനെ വന്നാൽ ലക്ഷ്മി ചേട്ടത്തിയുടെ അഭിപ്രായം എന്തായിരിക്കും? അണ്ണനുണ്ടാവുമല്ലോ. അണ്ണനുണ്ടാവുമല്ലോ. എന്നാ ആലോചിച്ചാലേ അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് കേട്ടോ. ക്രിഞ്ച് അങ്ങനെ വിചാരിക്കരുത് കേട്ടെ. അണ്ണ വേറെ വഴിക്ക് ചാടി പോവാ. എവിടെ പോകാനല്ലേ? ഓക്കെ റെഡി. അണ്ണന് ഭയങ്കര വിശ്വാസം കേട്ടോ. അപ്പൊ എത്രയായി? 2 ലക്ഷം. 2 ലക്ഷമായി. ഇനിയിപ്പോ 3 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 3 lakhs. എളുപ്പമുള്ള ചോദ്യം തന്നാൽ ഒരു 20,000 രൂപ ധാരണം തരാം. ഒരു ഡീൽ വയ്ക്കുന്നു. രഹസ്യമായിട്ടോ? ആ ഡീലില്ല, നോ ഡീൽ. ഞാന് ഒരു സ്വകാര്യം ചോദിക്കട്ടെ. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ MG സ്കൂൾ ഓഫ് അല്ലേ ലെറ്റേഴ്സിന്റെ MGM സ്കൂളിന്റെ ഉടമ അച്ചായൻ. നമ്മളൊക്കെ പറയുന്ന ഡോക്ടർ ഗിവർഗീസ് യോഗന്നാൻ. എങ്ങനെ വളച്ചു അച്ചായന്? അതൊരു രഹസ്യമാണല്ലോ. അല്ല അത് എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാട് നമ്മളങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ആരുടെയെങ്കിലൊക്കെ മനുഷ്യരുടെയൊക്കെ രൂപത്തിലായിരിക്കാം നമ്മുടെ മുന്നിലേക്ക് ഇത് വരുന്നത്. അതെ അതെ അതെ. അപ്പം അങ്ങനെ എന്റെ മുന്നിൽ അവതരിച്ച ഒരു ദൈവമാണ് സത്യത്തിൽ ഡോക്ടർ ഗിവർഗീസ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ. അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിന് ഇനി എന്നെ കുറിച്ചിട്ട് നല്ലത് തോന്നിയാലും മോശം തോന്നിയാലും എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴും ഫോണിൽ സേവ് ചെയ്തേക്കുന്നത് ഗോഡെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നമ്പർ. അതായത് എനിക്ക് ദൈവം ആയി വന്നിട്ടുള്ള ഒരാളായിരുന്നു എന്റെ ജീവിതത്തിൽ. ഇത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടാരക്കരയിൽ ഐമാൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഫോർച്യൂണർ കാർ കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഞാനിങ്ങനെ ഫ്രണ്ട്. അപ്പം നമ്മുടെ മുതലാളിക്ക് ബെൻസിന്റെ GLS ഉണ്ട്. അപ്പോൾ ഫോർച്യൂണറിൽ വരുന്ന ഒരാളെ ഞാനത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനും അദ്ദേഹത്തിന്റെ അടുത്ത ആളാണല്ലോ. അപ്പം ഇദ്ദേഹം ഇറങ്ങി വരുന്നു. ഇദ്ദേഹത്തെ കാണാൻ കാഴ്ചയ്ക്ക് നല്ല അഠ്യനൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രായമൊക്കെ വന്നത് എൻ്റെ തോളത്തൊക്കെ വന്ന് തട്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത എൻ്റെ തോളത്തും പിടിച്ച് കൈയിട്ടുകൊണ്ട് പുള്ളി വാടക കുഞ്ഞെ ഒന്ന് അകത്തോട്ട് കയറി കാണട്ടെന്ന് പറയുന്നു. അങ്ങനെ അകത്തോട്ട് പുള്ളി ഇതൊക്കെ കയറി കണ്ട് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടം പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് നല്ലത് പോകുന്നു. അപ്പം എനിക്കൊരു പരിചയവും പുള്ളിയില്ല. പുള്ളി എന്തിനാണെന്ന് എൻ്റെ തോളത്ത് കയറ്റിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാനകത്ത് കാണുന്നു, തിരിച്ചിറങ്ങി വരുന്നു. അങ്ങനെ അപ്പം ഇദ്ദേഹത്തിന് ഡ്രൈവറിന് എന്നെ അറിയാം. പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, യോനാൻ സാറിനെ അറിയാവില്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല. നമ്മുടെ സ്കൂളിൻ്റെ MGM സ്കൂളിൻ്റെ മുതലാളിയാ. അപ്പോൾ ഞാൻ വിചാരിച്ചാ എൻ്റെ ധാരണ എന്തുവാ കൊട്ടാരക്കരയുള്ള ഒരു സ്കൂളിൻ്റെ ഒരു മുതലാളി. ഇത് അല്ലാതെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മഹാപ്രസ്ഥാനം ഒന്നും നമുക്കന്ന് അറിയത്തില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇദ്ദേഹമായിട്ട് പ്രത്യേകിച്ച് അടുപ്പൊന്നും കാണിക്കണ്ട, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു സിനിമ മുമ്പ് എടുത്തെന്ന് എനിക്കറിയാം അദ്ദേഹം. ഞാൻ പോയി കാറി കയറിയ സമയത്ത് ഞാൻ പോയി പറയും, സാറേ ഞാൻ എപ്പോഴെങ്കിലും ഒരു കഥ, ഞാനിങ്ങനെ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാ, ഒരു സാറ് സിനിമ വല്ലതും എടുക്കണോ? ഇപ്പം പിന്നെ പണ്ടത്തെ കണക്കല്ല, ഈ സാറ്റലൈറ്റും പരിപാടിയൊക്കെ വന്നപ്പോഴത്തേക്ക് സിനിമ കുറച്ചുകൂടെ സേഫാണ്, കാശുണ്ടാക്കാൻ ആരാ സിനിമ എടുക്കുന്നത്? ഇപ്പം എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞാൽ അല്ല ലാഭമൊക്കെ ഉണ്ടാവും, ലാഭം ഉണ്ടാക്കാൻ ഞാൻ സിനിമ എടുക്കുന്നില്ല, എനിക്ക് എൻ്റെ കൈ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, എനിക്കൊണ്ട് കളയണം, എനിക്ക് അങ്ങനെ സിനിമ എടുക്കാനേ ആഗ്രഹമുള്ളൂ. അത് ഇങ്ങനെ തമാശ രൂപയാണ് പുള്ളി പറഞ്ഞു. ഞാൻ കേട്ടു കളഞ്ഞു. പിന്നീട് ഒരു 8 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ വാങ്ങുന്നു. 1-2 പ്രാവശ്യം മാത്രം അദ്ദേഹം നാട്ടിൽ വന്നോന്ന് മാത്രം ചോദിച്ച് മെസ്സേജ് അയക്കുന്നു. റിപ്ലൈ അത് കിട്ടിയിട്ടില്ല. 8 മാസങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലെ മറ്റൊരു സംവിധായകന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഇതേ കണക്കൊരു നിർമ്മാതാവ് കൊട്ടാരക്കരയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സിനിമയിൽ എങ്ങനെയെങ്കിലും അസിസ്റ്റന്റോ അസോസിയേറ്റോ ആയാൽ മതി, അല്ലാണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെ ആ സംവിധായകന് വേണ്ടി കഥ പറയാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ വെറുതെ ആ സംവിധായകന്റെ ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുക്കുന്നു. ആ കുഞ്ഞെ ഞാൻ ഇവിടെ കൊട്ടാരക്കര ഉണ്ട്, ഇയാൾ ഒരു കാര്യം ചെയ്യുന്നു, ഇന്നോസം പോര്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കൊച്ചിയിലാണ്, ഞാൻ നാളെ വരാം. അങ്ങനെ നിങ്ങളുടെ ഞാൻ നാളെ കഴിഞ്ഞ് കൊച്ചിയിലുണ്ടാവും, എന്നാൽ പിന്നെ നമുക്ക് അവിടെ കാണാം. അങ്ങനെ ഞാനും ഹരീഷും ഈ സംവിധാനം കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു. വളരെ നല്ല സ്വീകരണം. എന്നെ കണ്ടപ്പോഴേ, അതായത് 8 മാസങ്ങൾക്ക് അങ്ങോട്ട് ശേഷം പുള്ളി എന്നെ പിന്നീട് കാണുന്നത്, കണ്ടപ്പോഴേ ഒന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അതേ ഞാൻ പറയും, എന്തോ ഒരു മുൻജന്മ ബന്ധമുണ്ടോ അതോ അദ്ദേഹത്തിന്റെ പൊതു സ്വഭാവമാണോ അതൊന്നും എനിക്കറിയില്ല. വലിയ അടുപ്പം കാണിക്കുന്നു, വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ അകത്ത് കയറി പോകുന്നു. ആ സ്നേഹം ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ 2-3 സംവിധായകരുടെ കഥകൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു ഏൽപ്പിച്ചു. ഇദ്ദേഹത്തിന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഈ റൈറ്റപ്സ് എഴുതും. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ശരിയായ തലത്തിൽ ചിന്തിക്കുന്നൊക്കെ പറഞ്ഞു, അത് എപ്പോഴും പറയും. അപ്പോൾ അതെല്ലാം വായിക്കും. അങ്ങനെ ഒരു സമയത്ത് പറഞ്ഞു, നീ എന്തിനാടെ കണ്ണി കണ്ടവന്മാരുടെ കഥയും മെട്ടാക്കിയും കൊണ്ട് ഇങ്ങനെ വരുന്നത്, നീ ജാഗ്രത എഴുതിക്കൂടെ, നിനക്ക് സിനിമ എഴുതിക്കൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ എഴുതും, എന്നാൽ നീ എഴുതിക്കൊണ്ട് നമുക്കത് സിനിമ എഴുതാം. അങ്ങനെ ഞാനൊരു തിരക്കഥ എഴുതി അദ്ദേഹത്തിന് എഴുതുന്നു. അപ്പം ഞാൻ പണ്ടെഴുതിയൊരു തിരക്കഥയാണ്. അത് പകുതി വരെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, സാറേ നമുക്കിത് വേണ്ട, തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യത്തിന് ഒരു വലിയ സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. കാരണം സന്ദേശത്തിന് ശേഷം പക്കാ പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്യുന്നൊരു പടമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇച്ചിരി ട്രോള് വന്നാലും ബഹളം വന്നാലും വേണ്ടില്ല, ഇറക്കുന്ന സിനിമ ഇച്ചിരി നെഗറ്റീവ് ആക്കി എടുത്താലും നമുക്ക് മുടക്കുന്ന പൈസ തിരിച്ചു പിടിക്കുന്ന പരിപാടി ഞാൻ നോക്കാം. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി, ഒരു മാറ്റമൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു കഥ എഴുതാം. നീ എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 5 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. സാറിനെ വിളിക്കുന്നു. സാർ അപ്പോഴത്തേക്ക് നാട്ടിൽ തിരിച്ചു പോയി. പിന്നെ കുറേ നാളിന് ശേഷം സാറിൻ്റെ മകൻ വന്നു. സാറിൻ്റെ മകനോട് പോയി കഥ പറയാൻ പറഞ്ഞു. സാറിൻ്റെ മകൻ ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞു, നീ സംസാരിക്കാൻ ഇച്ചിരി എടുക്കാനാണ്, നീ അവനെ പറ്റിച്ച് കാണും കഥയൊക്കെ പറഞ്ഞു. നീ അങ്ങനെ എന്നെ ഒന്നും പറ്റിക്കാൻ നോക്കിയതും വേണ്ട. അങ്ങനെ പക്ഷേ വരുന്നു. പക്ഷേ
കഥ പറഞ്ഞു കഴിഞ്ഞു. ഉടനെ സാറ് നമുക്കൊരു ക്യാമ്പസ് പടം എടുത്താലോ? ക്യാമ്പസ് പടം ഇനിയിപ്പം എവിടെ നിന്ന് എടുത്തിട്ട് എടുക്കാനാ, ഇനി പുതിയ എഴുതണ്ടേ? അല്ല അതുപോലെ നമ്മൾ സാറ് പണ്ടെടുത്തത് ക്യാമ്പസ് പടം, നീ നമുക്ക് നോക്കാടെ കുഞ്ഞെ. അപ്പൊ സാർ ഇത് പറഞ്ഞ് ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ സാർ ഇത് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇവരുടെയൊക്കെ കൂട്ടുകാരെ ചിലവിൽ ഈ സമയത്ത് എറണാകുളത്ത് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ മുമ്പ് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്നൊക്കെ അകന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ ഏതാണ്ട് മരിച്ച അവസ്ഥയാണ്. കാരണം ഞാൻ ഈ കൂട്ടുകാരോട് മൊത്തം പറയുന്നത് ഇദ്ദേഹം ഇത് എടുക്കും. കാരണം എനിക്കൊരു 50,000 പുള്ളി തന്നു അപ്പോഴത്തേക്ക്. അപ്പൊ എൻ്റെ ഞാൻ അഡ്വാൻസ് ഒക്കെ തന്നല്ലോ. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് 10 രൂപയ്ക്ക് മേളിൽ ഒരാൾ വെറുതെ എടുത്ത് തരുന്നത്. അപ്പം കൂട്ടുകാരല്ലാതെ അങ്ങനെ ഞാൻ ഈ ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മരിച്ചു. ആത്മാവ് പോലെ ശരീരം ഇങ്ങനെ നിൽക്കുക, വെയിറ്റ് ഇല്ല. താഴെ വന്നു, കാറിനകത്ത് വന്ന് കുത്തിയിരിക്കുന്നു. 1 മണിക്കൂർ ഞാൻ ഈ കാറിൽ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കും, ഈ കാറും കൊണ്ട് ഞാനിനി എങ്ങോട്ട് പോകും? എത്ര കൂട്ടുകാരന്മാരത് ചെലവിന് ചോദിക്കും? എത്ര കാലം കൂട്ടുകാരന്മാരെ ചെലവിൽ കഴിയും? അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ സാറ് വീണ്ടും വിളിക്കുന്നു. നീ അങ്ങ് പോയോ? ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ വെളിയിലൊരു കടയിൽ പോണ്ട് ഫുഡ് കഴിക്കാൻ കയറിയതാ. നീ എന്നാ താഴോട്ട് വാ, നമുക്ക് ഒരിടത്ത് വരെ പോവാം. അങ്ങനെ സാർ എന്നെയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകന്റെ വീട്ടിൽ ചെല്ലുന്നു. അനുഷ് എന്ന് പറഞ്ഞിട്ട് സാറിന്റെ മരുമകന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ അവിടെ ചെന്നപ്പം ഒരു 10ഓളം പേര് അവിടെ ഇരിപ്പുണ്ട്. സാറ് പറഞ്ഞിട്ട് നിന്റെ കയ്യിലുള്ള ആ തിരക്കഥ ഒന്ന് വായിച്ച് കേൾപ്പിക്കണേ എല്ലാവരെയും. ഞാൻ നോക്കിയപ്പോൾ 10 പേരിരിക്കുക. ഞാൻ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഈ കഥയും വായിക്കണം. ഇത് ഇവർ പിന്നെ എനിക്ക് ഇറങ്ങിപ്പോണമെന്നുണ്ട്. കാരണം ഇത് ഇവരെ ഒന്ന് രണ്ട് പേര് മദ്യപിക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് കഥ ഞാൻ എങ്ങനെ പറയും? ഇതാ എങ്ങനെ ഉൾക്കൊള്ളും? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫ് അവസാനിച്ചു. പറയാതിരുന്നിട്ടും കാര്യമില്ല. ഇതാണ് എൻ്റെ മുന്നിലുള്ള അവസാന അവസരം. ഞാൻ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതാണ്. ഈ തിരക്കഥ മൊത്തം എനിക്ക് കാണാൻ അറിയാം. ഞാൻ പുസ്തകമൊന്നും ഞാൻ എടുത്തില്ല. തോട്ടക്കം തൊട്ട് കൊടുക്കുമ്പോഴേ നിന്ന് അങ്ങോട്ട് അങ്ങ് പെർഫോം ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരെ കണക്ക് മാറി തിരിഞ്ഞ്. അപ്പൊ സാറിന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നിരുന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. കൊച്ചുമക്കളൊക്കെ ഒരു മകനൊക്കെ വന്നിരുന്നിട്ട് ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർക്ക് അറ്റൻഷൻ സീക്ക് ചെയ്തു. ഞാൻ ഓരോരുത്തരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റി. അങ്ങനെ ഇവരെല്ലാം അവസാനം കഥയിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഈ എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് ഞാനിങ്ങനെ മാറി തിരിഞ്ഞ് സൗണ്ടിന് മോഡുലേഷൻ കൊടുക്കും. ഓടേണ്ട അടുത്ത് ഓടും, നടക്കേണ്ട അടുത്ത് നടക്കും. അപ്പൊ ഈ ഇതെല്ലാം കേട്ട് കഥ ഇഷ്ടപ്പെട്ടു. സാറിന്റെ മരുമൻ ചോദിച്ചു നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാം? പിന്നെ ബഡ്ജറ്റ് കാര്യങ്ങളെ അങ്ങനെ ഒരു യാത്രയായിരുന്നു സിനിമയിലേക്ക് തുടങ്ങിയത്. അപ്പൊ നമുക്ക് 3 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിലേക്കാണ് വരുന്നത്. 3 lakhs. ഓക്കെ റെഡി. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഔദ്യോഗിക വൃക്ഷമുണ്ട്, ഔദ്യോഗിക പുഷ്പമുണ്ട്, ഔദ്യോഗിക പക്ഷിയുണ്ട്. അത് പ്രഖ്യാപിച്ചല്ല ജില്ലാ വൃക്ഷം, ജില്ലാ പുഷ്പം, ജില്ലാ പക്ഷി, ജില്ലാ മൃഗം. പിടിവള്ളി 2 പിടിവള്ളി ബാക്കി കിടക്കാണ്. ഒരെണ്ണം കുട്ടേട്ടനും ഒരെണ്ണം വിജ്ഞാന ഭണ്ഡാകാരങ്ങള്. അല്ല ഇനി കുട്ടേട്ടൻ ഇവിടെ ഉണ്ടോ? വീണ്ടും ചോദിക്കോ? ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? പിന്നെ ഔദ്യോഗിക വൃക്ഷം കുട്ടേട്ടനോട് ചോദിക്കുന്നതിന് മുമ്പ് കൊല്ലമല്ല ഷുവർ. ഇതില് പാലക്കാടും കൊല്ലവും കണ്ണൂരാവാനാണ് സാധ്യത. അവരുടെ ഒരു രീതിയൊക്കെ വെച്ചിട്ട്. എന്റെ മുഖഭാവത്തെ ചൂഷണം ചെയ്ത് വിട്ടു. ഇങ്ങനൊരു മുഖം ഉണ്ടായിപ്പോയത് എന്റെ തരാറാണോ? ഓക്കെ റെഡി. അപ്പൊ നമുക്ക് എനിക്കൊന്ന് പിടിവള്ളിയാ ബെസ്റ്റ് ആണോ? പിന്നെ ഉറപ്പാണ്. കാരണം 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ വണ്ടിയുടെ പുറത്ത് കൊണ്ട് കളഞ്ഞ പോലല്ലേ ഇത്. വെറുതെ വന്ന പൈസ വെറുതെ പോയി എന്ന് വരും. എന്നാ പിന്നെ ഓക്കെ ആയിക്കോട്ടെ. ആരുടെ വേണം? മാവേലിക്കര, കൊട്ടാരക്കര? ഇല്ല അവർക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. അത് പിടിവള്ളിയല്ല, അതൊക്കെ പിടികിട്ടാത്ത വള്ളിയാ. പിടികിട്ടാത്ത വള്ളി. അപ്പൊ കുട്ടേട്ടാ അഖിൽ മാരാർ എന്തോ ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. ബി കാസർഗോഡ്, സി പാലക്കാട്, ഡി കൊല്ലം. അപ്പൊ 3 ഉത്തരം ബാക്കിയുണ്ട്. ഇതെന്താ ഞാൻ അറിയാതെ പോയത്? ഞാൻ എന്താടാ ഇത് അറിയാതെ പോയത്? ഇത് ഞാൻ നാട്ടിലില്ലായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്താണ് ഇതൊക്കെ പ്രഖ്യാപിച്ചത്. ഓക്കെ അളിയോ ഒരെണ്ണം വായിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അഖിൽമാരായിരിക്കും കുട്ടേട്ടനെ ആദ്യമായിട്ട് അളിയാന്ന് വിളിച്ചത്. കൊല്ലംകാരുടെ വിളിയല്ലേ? കൊല്ലംകാർക്ക് അളിയാ വിളിക്ക് അപ്പുറത്തേക്കൊന്നുമില്ല. എന്നാലേ ഞാന് രണ്ടും കൽപ്പിച്ച് കൽപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ കൂടെ എടുക്കണോ? ഒരു പിടിവള്ളി കൂടെ ഉണ്ട്. എന്നാ പിന്നെ അവിടെ അവർക്കാർക്കും അറിയത്തില്ല. ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. നമ്മൾ അവരെയൊന്നും അണ്ടർ റേറ്റ് ചെയ്യരുത്. ആണോ? എന്നാ എടാ എടാ അല്ല അടായുണ്ട്. എടീ അപ്പൊ നിങ്ങൾക്ക് അഖിൽമാരാർ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുക്കൂ. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം ഞാൻ അവതാരനാവാൻ പോവാ. നമസ്കാരം. ഫ്ലവേഴ്സ് 1 കോടി പറഞ്ഞോളൂ. ഫ്ലവേഴ്സ് 1 കോടി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം.
പിടികിട്ടാ വള്ളിയുമായ അഖിൽമാരാർ ഇവിടെ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് പുള്ളിയെ രക്ഷപ്പെടുത്തുക. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? മറ്റവന് നല്ല ശമ്പളമുണ്ട്, ഏത് അവന് ബിസിനസ്സും ഉണ്ട്. തെറ്റിയാ കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഗുണം മാറും. സീരിയസ് ആയിട്ട് പറയും. അറിയില്ല. നീ ഒരു മാസം എന്റെ അടുത്ത് അനാവശ്യമായിട്ട് ഓരോന്ന് മേടിക്കണമെന്ന് പറയുകയും ചെയ്തു. 1.5 ലക്ഷം രൂപ നശിപ്പിച്ച് കളഞ്ഞിട്ടാ വിളി. അതെ 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 3 പേർക്ക് അതുകൊണ്ടാണ് ഈ ചോദ്യം നിങ്ങൾക്ക് തന്നത്. ഇവർക്കൊന്ന് ജനറൽ നോളജ് വീക്കാണല്ലേ? ഇപ്പഴാ മനസ്സിലായി. കൊല്ലമാണോ? കൊല്ലംകാർ ഇതിന്റെ ഇടയ്ക്ക് ഇത് എവിടെ പ്രഖ്യാപിച്ചു? ഗസ് ചെയ്യാനാണ് ഞാൻ പാലക്കാട് ഗസ് ചെയ്യും, പക്ഷെ ശരി ഉത്തരവാണെന്ന് അറിയത്തില്ല. അപ്പൊ താങ്കളാണെങ്കിൽ ഏത് ഗസ് ചെയ്യും? പാലക്കാട് ഞാൻ ഗസ് ചെയ്യും. ഇദ്ദേഹം ലക്ഷ്മി ഓരോരുത്തർ ഓരോന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല കാര്യം കേട്ടോ. ഒരു ഉത്തരം മതി നമുക്ക്. പാലക്കാടായിരിക്കും മിക്കവാറും. അഖിലേ, ഞാനൊരു കാര്യം പറയാം. ഇത്രയും ഉത്തരം ഞാൻ പറഞ്ഞു തരത്തില്ല, കാര്യം ഐ എം എ പ്രസന്റ് അറിയുമേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് തെറ്റിദ്ധരിച്ച് ഗസ് ചെയ്ത് ഉത്തരം പറഞ്ഞാൽ തെറ്റിപ്പോയാൽ വെറും 20,000 രൂപ കൊണ്ട് മടക്കേണ്ടി വരും. സതുദ്ദേശത്തിൽ നമ്മൾ പിൻവാങ്ങിയാലോ 1 ലക്ഷം രൂപ കൈ കിട്ടും. അത് വേണോ? കൊട്ടാത്തലക്കാരനെ പ്രായോഗിക ബുദ്ധി പ്രവർത്തിച്ചോളൂ. അല്ല, പിൻവാങ്ങുന്ന ശീലം കൊട്ടത്തലക്കാർക്ക് ഇല്ല. ഇല്ല. അടി എത്ര കൊണ്ടാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അടി കൊണ്ട് വീഴുന്തോറും നമ്മൾ മുന്നോട്ട് പോകും. കൊട്ടാത്തലക്കാർക്ക് ബിഗ് സല്യൂട്ട്. Don't underestimate the power of a കൊട്ടത്തലക്കാരൻ. Don't underestimate, അല്ലേ? ഓക്കെ. മേലിലക്കാരെല്ലാം കൂടെ ചീത്ത വിളിക്കൂ. സാറ് ചുമ്മാ പറഞ്ഞു മേലിലക്കാർ മോശമല്ലെന്ന്. ഞാൻ പ്രശംസിച്ച് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാസർഗോഡ് കൂട്ടട്ടോ? ലോക്ക് ചെയ്തു. കൊല്ലം പറ. കൊല്ലം പൂട്ടി. ലക്ഷ്മി പറയുന്നത് കൊല്ലം പറയാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പൂട്ടി. കാസർഗോഡ് വെച്ച് പൂട്ടി. പൂട്ടിയെങ്കിലോ? അതൊക്കെ 10,000 ഉള്ളൂ. 10,000 ഉള്ളൂ. 3 ലക്ഷത്തിൽ കയറി കളിക്കുന്നില്ല. ലക്ഷത്തിൽ കയറി കളിച്ചാൽ കറണ്ട് അടിക്കും. ഇല്ല, മാത്രല്ല 3 ലക്ഷം രൂപയാണ് എന്റെ അമ്മോ. മാത്രല്ല അഖിൽ 6.5 കോടി രൂപ പോയിട്ടുണ്ട് ഇവിടുന്ന്. 6.5 കോടി. എന്നിട്ട് 1 കോടിക്കാരനെ കണ്ടില്ല. അതാണ് പ്രശ്നം. അപ്പോ ഓപ്ഷൻ ബി കാസർഗോഡ്. മൈ ഡിയർ അഖിൽ മാരാർ, ഓപ്ഷൻ ബി കാസർഗോഡ് താങ്കൾ പറഞ്ഞ ഉത്തരം. ഭാര്യയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് പറയണം, അതോ ഭാര്യ പുറത്താക്കിട്ട് പറയണം? ഇല്ല, ശരിയാണ്, പറഞ്ഞോളൂ. ഭാര്യക്ക് സഹിക്കാൻ പറ്റുമോ അത്? ഭാര്യയുടെ എങ്ങനെയാ ഒരു കരുത്തെങ്ങനെയാ? എന്തോ പോയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ആകാശം ഒടിഞ്ഞു വീണാലും വരട്ടെ എന്ന് പറയൂ. ഓക്കെ, കിട്ടിയതെല്ലാം നല്ലതിന്. അങ്ങനെയല്ലേ? ശുഭാപ്തി വിശ്വാസക്കാരിയല്ലേ? എന്റെ കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, എന്താ എനിക്കൊന്ന് ഇതിനെ എവിടെയെല്ലാം കൊണ്ടുപോകണം ഇങ്ങനെ. ഓക്കെ, പറ്റിയ കഴിച്ചാട്ടോ. ഒരു കാര്യം ചെയ്യും, ഒന്ന് അടിക്കും. നീ ഞാനും അടിക്കാം. നിങ്ങളും എല്ലാം അടിച്ചു. ഉത്തരം ശരിയാണ്. ഓക്കെ, 3 ലക്ഷം രൂപയായി. 3 lakh. ഒരു കൊല്ലക്കാരൻ ഇരിപ്പുണ്ട്, ഒരു പാലക്കാട് ഇരിപ്പുണ്ട്. കേട്ടോ, മഹാഭാവികളെ ഭാര്യയാണെങ്കിലേ കൂട്ടി കഴിഞ്ഞിട്ടും കൊല്ലം പറഞ്ഞേട്ടാ അണ്ണാ, കൊല്ലം പറയണ്ണ. കൊല്ലത്തോട് ഭയങ്കര പ്രണയമാവും കേട്ടോ. എന്തായാലും നല്ല കാര്യം. എനിക്ക് പറഞ്ഞ കൊല്ലം പോലെയായിരുന്നു. ഓക്കെ, റെഡി. അപ്പോ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 5 lakhs. ഓക്കെ, വികാരഭരിതനാവുന്നു. 5 ലക്ഷം കേട്ടപ്പോ 50 ലക്ഷം കേട്ട സാറേ, എനിക്ക് 50 ലക്ഷത്തിൽ വികാരഭരിതനാവും. ഒന്നിനും വികാരഭരിതനാവില്ല. ഞാൻ ബിഗ് ബോസ് ഫിനാലയിൽ സംസാരിച്ച് സാറ് കേട്ടു നോക്കും. ഞാൻ കേട്ടില്ലത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാവും ആയുസ് മൂർക്ക നീ ചക്ഷുശ്രവണ ഗ്ലസ്തമാം ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതുകൊണ്ട് അതിനാ പറഞ്ഞ സ്വഭാവം കൊണ്ട് അഹങ്കാരിയായ ഞാൻ നേട്ടങ്ങൾ കൊണ്ട് അഹങ്കരിക്കാതിരിക്കട്ടെ. ഇതാണ് ആ ബിഗ് ബോസിന്റെ ഫിനാലയിൽ അത്രയും കപ്പും കിട്ടി കാശും കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. എത്ര പൈസ കിട്ടി അവിടുന്ന്? അത് 50 ലക്ഷം 1 സമ്മാനവും പിന്നെ ശമ്പളവും. പൈസ. ആ പൈസ എന്ത് ചെയ്തു? പിന്നെ കാറും കിട്ടി കേട്ടോ. ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ആ പൈസ കൊണ്ട് എന്ത് ചെയ്തു? അല്ല, ആ പൈസ കൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞ ഞാൻ വണ്ടി എടുത്തതും ഒരു വോൾവോ S90. അങ്ങനല്ല, എന്റെ ആഗ്രഹങ്ങൾക്ക് ചെയ്യുന്നു. ആരെയും ബോധിപ്പിക്കാനോ 5 ലക്ഷം കൊണ്ട് പ്രലോഭിപ്പിക്കപ്പെടത്തില്ലെന്ന് മനസ്സിലായി. എന്നാലും പ്രലോഭനത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു അവസാന പരീക്ഷണം. 5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. മനോഹരമായ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇനി പറയുന്നവൽ ഏത് രാജ്യത്താണ് ലണ്ടൻ, പാരീസ്, പോളണ്ട്, ബനാന എന്നീ നഗരങ്ങൾ കാണാനാവുക? ഓപ്ഷൻ എ പാപ്പുവ ന്യൂഗിനി, ഓപ്ഷൻ ബി കിരിബാത്തി, ഓപ്ഷൻ സി വാനുവാഡു, ഓപ്ഷൻ ഡി ഫിജി.
ഈ സമയത്ത് അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ലോകത്തുള്ള രാജ്യങ്ങൾ മൊത്തം കറങ്ങി നടക്കുന്നവരായിരുന്നു. ഞാൻ വില നിലവാരം ഒന്ന് പറഞ്ഞേക്കാം. അതായത് വിജയിച്ചാൽ 5 ലക്ഷം, പിന്മാറിയാൽ 1.5 ലക്ഷം രൂപ, തെറ്റ് പറഞ്ഞ് പരാജയത്തിലേക്ക് മൂക്കൂത്തി വീണാൽ കിട്ടാൻ പോകുന്നത് 30,000 രൂപ. അപ്പൊ 30,000, 1.5 ലക്ഷം, 5 ലക്ഷം. വില നിലവാരം അങ്ങനെ പോകുന്നു. കമ്പോള നിലവാര അവലോകനം കഴിഞ്ഞു. ഞാൻ അഖിൽമാരുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്തു പോയതറിയോ, നമ്മുടെ അച്ഛനെ ഇരുത്തിക്കൊണ്ട് ആ കഥാപ്രസംഗം പറഞ്ഞു. അച്ഛായ വി സാംബിച്ചവൻ പറഞ്ഞ പോലെ സിനിമയുടെ കഥ പറയാ. ഈ കഥ നടക്കുന്നത് ഉടനെ അച്ഛൻ തകർന്നു പോയി കാണുമ്പോ. ഞാൻ കഥാപ്രസംഗം സ്കൂളിൽ അവതരിപ്പിച്ചു. അതെ, അല്ലേ? മലബാർന്ന കൊച്ചു ഗ്രാമം, ആ ഗ്രാമം അങ്ങനെയാണോ? ഈ കയ്യിലൊക്കെ എന്തുവാ വാരി വരച്ചിട്ടേക്കുന്നത്? എന്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കുന്ന സാർ. ഈ മലയോര പ്രദേശങ്ങളിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞത് അതിനുശേഷം വരച്ചാണോ ഇത്? അല്ലല്ല, ഇത് ആക്ച്വലി ഈ ടാറ്റു അടിച്ചത് ഞാൻ ഇങ്ങനെ ഈ ടാറ്റു ആണോ നമ്മുടെ ഭ്രമം? അല്ലല്ല, ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇത് വളരെ യാദൃച്ഛവശാൽ ഞാനിങ്ങനെ ഒബ്രോ മോളിലൂടെ നടന്നപ്പോൾ ടാറ്റു സെന്റർ കണ്ടു. ഒരു ടാറ്റു അടിക്കാന്ന് വിചാരിക്കുന്നു. കയറി ഈ ചെറിയ ടാറ്റു അങ്ങ് അടിച്ചു. അപ്പൊ ആരൊക്കെ എന്നോട് ചോദിച്ചു, ഇതെന്തിനാ ഈ ടാറ്റു അടിച്ചത്? ഞാൻ പറഞ്ഞു, പറക്കാൻ തുടങ്ങുകയാണ് കുട്ടാ, ഇവിടെ ഒരു കൊച്ചു ചിറക് വെച്ചെന്ന് പറഞ്ഞു. ഈ ടാറ്റു സിനിമ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അടിച്ച ടാറ്റു. അതായത് അസിസ്റ്റന്റ് അല്ല, ഈ പറഞ്ഞ യോനാൻ സാറിനോട് കഥയൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പ് ഇതടിച്ചു. അപ്പൊ ഇതടിച്ചു, കഥയൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പം പിന്നെ സിനിമക്കാരനായപ്പോഴത്തേക്ക് ഇതടിച്ചു. ഇരിക്കട്ടെ. അപ്പൊ സിനിമ ജീവിതത്തോട് അതും ചേർന്നു. സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു സിംഹത്തെയും ഒരു പരുന്തിനെയും അടിച്ചു. അതായത് കാട്ടിലെ രാജാവ്, പക്ഷികളുടെ രാജാവ്, പിന്നെ മേളിൽ എന്റെ തലയും കൂടെ ആണല്ലോ. ഈ 3 തലയാണ് സ്വഭാവത്തോടെ. പിന്നെ ഇത് ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന വലിയ ഫീനിക്സ് പക്ഷിയാണ്. അപ്പം ജീവിതം കുറച്ചുകൂടെ, എന്റെ ചിറകിന് കുറച്ചുകൂടെ ശക്തി വേണം, കുറച്ചുകൂടെ വലിയ ചിറക് വേണം. ഈ ചിറക് കൊണ്ട് പറക്കാൻ പറ്റാതെ വന്നപ്പോ ഞാൻ വലിയ ചിറക്. അപ്പൊ ഇതിനകത്ത് ബുദ്ധിപരമായ അതെ അതെ അതെ, സാറ് കുറച്ച് മുമ്പ് പറഞ്ഞ ഈ പൈസ അല്ല, ഇത് ഉത്തരം കൺഫ്യൂഷൻസ് ഒക്കെ വെച്ച് ഉത്തരമൊക്കെ പറയാം. പക്ഷേ എടുത്തുചാട്ടം മണ്ടന്റെ ലക്ഷണവും, എടുത്തുചാട്ടക്കാരനെ എല്ലൊടിച്ചേ വിടും. അതെ, ആ മണ്ടന്റെ ലക്ഷണവും ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഉള്ളതും കൊണ്ട് വലിയ എന്ന് ബിഗ് ബോസിലെ ഒരു വലിയ മൈൻഡ് ഗെയിമറായ എന്റെ തലയിൽ ഇപ്പോൾ വരുന്നത് വലിയ. അപ്പോ അഖിൽ മാരാർ, ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ സോമനസാലെ ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്നു. 1.5 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. അപ്പൊ ഇനി ഒരു ഉത്തരം ഗസ് ചെയ്യൂ. ഈ പൈസ പോകില്ല. പിന്നെ കിരിബാത്തി മാടകെട്ട് ശരിയായിരുന്നു. ഓപ്ഷൻ ബി ഉത്തരം ശരിയായിരുന്നു. 5 ലക്ഷത്തിന്റെ ചോദ്യമായിരുന്നു. ഉത്തരം അങ്ങനെ പോയി. അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടാ സാറേ? ഇനി സിനിമ തന്നെ ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശം. സിനിമയിലേക്ക് തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പം രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സമയമൊക്കെ കാര്യം പഠിച്ചിട്ടാണല്ലോ പറയേണ്ടത്. പഠിക്കാനുള്ള സമയമില്ല. എഴുത്തുകൾ, പരിപാടികൾ തുടങ്ങണം. നമ്മളെ പ്രതീക്ഷിച്ച് കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അല്ല, സിനിമയില് അഭിനയത്തിന്റെ മേഖലയിലേക്ക് ചായുവോ അതോ സംവിധായകന്റെ മേലങ്കി വേണമെങ്കിൽ മുന്നോട്ട് പോകുമോ? ഇല്ല, എനിക്ക് വഴങ്ങുന്ന കുറെ കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് എന്നോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ അവസരങ്ങൾ വന്നു. ചെറുതും വലുതുമായ കുറെ കൊച്ചു കൊച്ചു വേഷങ്ങൾ എനിക്ക് വന്നിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ തൽക്കാലം വേണ്ട എന്ന് വെച്ചു. എനിക്ക് മറ്റു തിരക്കുണ്ടായിരുന്നു. ഈ നായകൻ പോലുള്ള പരിപാടികൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളുടെയും കൂടി ഒരു ഉത്തരവാദിത്തം കൂടിയാണല്ലോ. ഒരു സിനിമ ഇന്ന് പ്രേക്ഷകന് മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എന്തിനൊരു സിനിമ കൊടുക്കുന്നു എന്നൊരു ചോദ്യം എന്നോടുണ്ട്, എനിക്കുണ്ട്. അപ്പൊ അവന് ഒന്നാമത്തെ സിനിമ ഇത്രയും പ്രതിസന്ധി നിൽക്കുക. അതുകൊണ്ട് അത്രയും കൊച്ചിച്ച് ഇങ്ങനെ ഒരു റീതിങ്ക് ആലോചനയൊക്കെ വന്നു. പിന്നെ സ്വന്തം എഴുത്തിലും അങ്ങനെ ഒരു ചിന്തയിലാണ് ഇത്രയും നാളും കുറച്ച് കൺഫ്യൂഷൻ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ വരുന്ന സമയങ്ങളിൽ തന്നെ ഈ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകും. രണ്ടിലും കൂടെ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും ഇന്നത്തെ കാലത്ത്. അങ്ങനെ പോകും. ഇത് രണ്ടും നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം. ഒന്നീ പ്രേക്ഷകന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വെള്ളിത്തിരക്കകത്ത്. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ ബാക്കി പൈസയും കൂടെ തന്നാൽ ഇടപാട് തീരും. അപ്പൊ 80 അങ്ങ് തന്നു, ഇനി 70 കൂടെ തന്നാൽ പ്രശ്നം തീർന്നു. ഓക്കെ, പിടിക്കൂ കോട്ടാത്തലക്കാരാ. ഓക്കെ, റെഡി. കൂട്ടേട്ടാ. ലെവൽ 1. ഹായ് അഖിൽ. അപ്പൊ നമ്മൾ ഇനിയും കാണും. നമ്മൾ ഈ അഖിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രം. ഓക്കെ, സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ കാണാം. താങ്ക് യു. കണ്ടതിലും സന്തോഷം. താങ്കൾക്ക് ഇതുവഴി പോയാൽ കോട്ടാത്തലയ്ക്ക് ചേരാം. മൈ ഡിയർ വ്യൂവേഴ്സ്, ഈ ഹരികഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.